കുടുംബത്തെ സ്ഥാപിക്കുകയും കുടുംബജീവിതത്തെ അനുഗ്രഹിക്കുകയും നമ്മെ നാൾതോറും വഴി നടത്തുകയും ചെയ്യുന്ന കർത്താവായ യേശുവേ, ദൈവമേ, ഈ വിശുദ്ധ ദിനത്തിൽ ഞങ്ങൾക്ക് അപ്പന്റെ പാദപീഠത്തിലായിരിക്കുവാൻ അവൻ ഞങ്ങളെ സഹായിച്ച കൃപയോട് സ്തോത്രം ചെയ്യുന്നാഥ. ദൈവം അപ്പന്റെ കൃപയും സാന്നിധ്യം കൂടേണ്ട കൃപയോട് സ്തോത്രം ചെയ്യുന്നാഥ. ദൈവം കൂടുതൽ സമയങ്ങളിൽ ദൈവം അപ്പന്റെ കൃപയും സാന്നിധ്യവും ഈ സഭയിൽ വ്യാപരിക്കുവാൻ ദൈവം ഞങ്ങളുടെ ഉള്ളവരെ ഉണർത്തുവാൻ എന്റെ ദൈവം സഹായിക്കുവാനാണ് യാചിക്കുന്നാഥ. തിരുവചനം ധ്യാനിക്കുന്ന സമയത്ത് സ്തുതിസ്തോത്രങ്ങളോടായിരിക്കുവാൻ എന്റെ ദൈവത്തെ സഹായിക്കുവാനാണ് യാചിക്കുന്നു. ആദ്യോടൊപ്പം അപ്പന്റെ കൃപയും സാന്നിധ്യം ഉണ്ടായിരിക്കുമാറാകട്ടെ. ക്രിസ്തേശുവിനെ പ്രാർത്ഥന പിതാവേ, ആമേൻ. സ്നേഹ ബഹുമാനമുള്ള ഈ സഭയിലെ സഭാ ശുശ്രൂഷകൻ കൊച്ചമ്മ, വളരെ മനോഹരമായിട്ട് ഗാനങ്ങൾ ആലപിക്കുന്ന കൊയർ, അതുപോലെ തന്നെ ഇൻസ്ട്രുമെന്റ്സ് വായിക്കുന്നവർ, സഭയിലെ പ്രിയ വിശ്വാസികളെ, സ്ത്രീകളുടെ സംഘാംഗങ്ങളെ, നിങ്ങൾക്ക് ഏവർക്കും വീണ്ടും വരുന്ന യേശു ക്രിസ്തുവിന്റെ നാമത്തിലുള്ള സ്നേഹവന്ദനം ആദ്യമേ അറിയിക്കട്ടെ. വളരെ മനോഹരമായ ഒരു ആലയത്തിൽ ആയിരിക്കുവാൻ, ഈ രാത്രി സമയത്ത് ആയിരിക്കുവാൻ, കുടുംബത്തോടെ ആയിരിക്കുവാൻ എന്നെ ദൈവം സഹായിച്ച കൃപയോർത്ത് ഞാൻ ആദ്യമായി ദൈവത്തിന്റെ സ്തുതിസ്തോത്രങ്ങൾ അർപ്പിക്കുകയാണ്. വളരെ അനുഗ്രഹിക്കപ്പെട്ട വേദിയാണ്. കാരണം ഈ സഭയുടെ ഒരു അനുഗ്രഹം തന്നെയാണ് അച്ഛനെ സംബന്ധിച്ച് ഈ ഒരു ആരാധനയ്ക്ക് തീർച്ചയായിട്ടും ഒരു മധ്യസ്ഥ വഹിക്കുന്നത് അച്ഛനാണ്. എന്തായാലും ഈ സഭയുടെ വളർച്ചയ്ക്ക് അച്ഛന്റെയും കുടുംബത്തിന്റെയും ഒരു സാന്നിധ്യം തീർച്ചയായിട്ടും ഉണ്ടാകുമെന്ന് മനസ്സിലാക്കുകയാണ്. അതുപോലെ തന്നെ ഇന്ന് ഈ ഒരു യോഗത്തിലെ അധ്യക്ഷത വഹിക്കുന്നത് സ്ത്രീകളുടെ സംഘടനയുടെ സെക്രട്ടറിയാണ്. അതുപോലെ എല്ലാവരെയും ദൈവനാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. അപ്പോൾ വളരെ കുറച്ച് സമയം ദൈവിക ചിന്തയ്ക്കായിട്ട് വന്നിരിക്കുമ്പോൾ ദൈവത്തിന്റെ തിരുവചന ധ്യാന സമയത്ത് സ്തുതി സ്തോത്രങ്ങൾ അർപ്പിച്ചുകൊണ്ടായിരിക്കുക. നമ്മളെപ്പോഴും നമ്മൾ പറഞ്ഞിട്ടല്ല സ്തോത്രങ്ങൾ അർപ്പിക്കേണ്ടത്. നമ്മൾ എപ്പോഴും ഒരു വചനം കേൾക്കുമ്പോൾ ദൈവമേ സ്തുതി അല്ലെങ്കിൽ ദൈവമേ സ്തോത്രം അല്ലെങ്കിൽ ഹല്ലേലൂയ എന്ന് പറയാനുള്ള ഒരു മനസ്സ് നമ്മൾ സ്വാഭാവികമായിട്ട് ഉടലെടുക്കേണ്ട അത്യാവശ്യമാണ്. അപ്പൊ ആ ഒരു തരത്തിൽ കേൾക്കുന്ന ഓരോ വചനവും നമ്മുടെ ഹൃദയത്തിലേക്ക് ആഴത്തിൽ പതിയുവാൻ, അതുപോലെ തന്നെ ഏതെങ്കിലും ഒരു വാക്കിലൂടെ നമ്മുടെ ഓരോരുത്തരുടെ ജീവിതത്തിൽ ഏതെങ്കിലും ഒരു വ്യക്തിയുടെ ജീവിതത്തിലെങ്കിലും നന്മ ഉണ്ടാകുകയാണെങ്കിൽ അത് ഏറ്റവും വലിയൊരു കാര്യമാണ്. അത്തരത്തിൽ പ്രാർത്ഥനയോടുകൂടെ ആയിരിക്കുവാൻ, സ്തുതി സ്തോത്രങ്ങളോടെ ആയിരിക്കുവാൻ, കുറച്ചു നേരം ദൈവിക സന്നിധിയിലായിരിക്കുവാൻ നിങ്ങളെ ഓരോരുത്തരെയും സ്വാഗതം ചെയ്യുകയാണ്. ഈ സഭയെ കുറിച്ച് ഞാൻ ആദ്യമായിട്ട് കേൾക്കുകയാണ്. കഴിഞ്ഞ മാസം തൊട്ടടുത്തൊരു സഭയിൽ ഒരു ശില്പശാല നടത്താനായിട്ട് വന്നായിരുന്നു. അപ്പോ ഞങ്ങളുടെ സഭയിലെ മാസ്റ്റർ സാബു സാറിന്റെ സുഹൃത്താണ് ഈ പള്ളിയിലെ അച്ഛൻ. അപ്പൊ അച്ഛൻ വഴിയാണ്, സാബു സാർ വഴിയാണ് അച്ഛനെ കോണ്ടാക്ട് ചെയ്തതും ഈ സഭയിലേക്ക് വരാനായിട്ട് സാധിച്ചത്. എന്തായാലും അതൊരു ദൈവ നിശ്ചയമായിട്ട് ഞാൻ കരുതുകയാണ്. പ്രാർത്ഥനയോടുകൂടി ആയിരിക്കുക. ഇനി നമ്മൾ വായിച്ചു കേട്ട ഇരുപത്തി വേദഭാഗത്തില് റോമർക്കെഴുതിയ ലേഖനം 8-ാം അധ്യായം അതിന് 38-39 വചനങ്ങളിൽ ഇപ്രകാരം കാണുന്നു: മരണത്തിനോ ജീവനോ ദൂതന്മാർക്കോ വാഴ്ചകൾക്കോ അധികാരങ്ങൾക്കോ ഇപ്പോഴുള്ളതിനോ വരുവാനുള്ളതിനോ ഉയരത്തിനോ ആഴത്തിനോ മറ്റു യാതൊരു സൃഷ്ടിക്കോ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിനുള്ള ദൈവസ്നേഹത്തിൽ നിന്ന് നമ്മെ വേർപിരിക്കാൻ കഴിയില്ല എന്ന് ഞാൻ ഉറച്ചിരിക്കുന്നു. അപ്പോ അല്പസമയം ചിന്തിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നത് ദൈവസ്നേഹത്തിൽ ഉറച്ചിരുന്നുകൊണ്ട് എങ്ങനെ ഒരു വിശ്വാസമുള്ള കുടുംബം നമുക്ക് കെട്ടിപ്പടുക്കാം എന്നതാണ്. ദൈവസ്നേഹത്തിൽ ഉറച്ചിരുന്നുകൊണ്ട് എങ്ങനെ ഒരു വിശ്വാസമുള്ള കുടുംബത്തെ നമുക്ക് കെട്ടിപ്പടുക്കാനായിട്ട് സാധിക്കും. ഇവിടെ ഇരിക്കുന്ന എല്ലാവരും കുടുംബത്തിലെ അംഗങ്ങളാണ് അല്ലെ? ഇവിടെ ആയിരിക്കുന്ന എല്ലാവരും, കാരണം അപ്പനും അമ്മയും മക്കളും അല്ലെ, എല്ലാവരുമായിട്ട് സഭയിൽ ഒന്നിച്ചുകൂടി വളരെ സന്തോഷത്തോടു കൂടി ദൈവത്തെ ആരാധിക്കുവാനായിട്ടാണ് നമ്മൾ ഇവിടെ ആയിരിക്കുന്നത്. അപ്പോ ആ ഒരു സമയത്ത് ദൈവസ്നേഹം ഈ സഭയിൽ വ്യാപരിക്കുന്ന കൃപകളോട് സ്തുതിസ്തോത്രങ്ങൾ ആദ്യമേ അർപ്പിക്കുകയാണ്. റോമർക്കെഴുതിയ ലേഖനം 8-ാം അധ്യായം 38-39 ലാസ്റ്റ് വചനം ഇപ്രകാരം പറയുന്നു: ദൈവസ്നേഹത്തിൽ നിന്ന് നമ്മെ വേർപിരിക്കുവാൻ കഴിയുകയില്ല എന്ന് ഞാൻ ഉറച്ചിരിക്കുന്നു. നമുക്കറിയാം ദൈവത്തിന്റെ സ്നേഹം, ആ ഒരു സ്നേഹത്തിലാണ് നമ്മൾ ഓരോ ദിവസവും മുന്നോട്ട് നീങ്ങുന്നത്. നമ്മുടെ ജീവിതത്തിലെ കഷ്ടപ്പാടുകളാകട്ടെ, നമ്മുടെ ജീവിതത്തിലെ പ്രതിസന്ധികളാകട്ടെ, എല്ലാം തരണം ചെയ്യാനായിട്ട് തീർച്ചയായിട്ടും നമ്മുടെ ജീവിതത്തിൽ ആവശ്യമായിട്ടുള്ള ഒരു ഘടകം എന്ന് പറയുന്നത്
ദൈവസ്നേഹമാണ്. എന്താണ് ദൈവസ്നേഹം എന്ന് ചോദിക്കുമ്പോൾ തിരുവചനത്തിൽ പല ഭാഗങ്ങളിൽ, ബൈബിളിലെ പല ഭാഗങ്ങളിൽ പല വ്യാഖ്യാനങ്ങൾ കൊടുത്തിട്ടുണ്ട്. റോമർക്കെഴുതിയ ലേഖനം 12-ാം അധ്യായം അതിന്റെ 9-ാം ഭാഗം പൗലോസ് അപ്പോസ്തലൻ ഇപ്രകാരം പറയുന്നു: സ്നേഹം നിർവ്യാജമായിരിക്കട്ടെ, തീയതിനെ വെറുത്ത് നല്ലതിനോട് പറ്റിക്കൊള്ളു. തീയതിനെ വെറുത്ത്, മോശപ്പെട്ട അല്ലെങ്കിൽ തിന്മയെ വെറുത്ത് നന്മയോട് ചേർന്നിരിക്കുന്ന ഒന്നാണ് സ്നേഹം എന്ന് പറയുന്നത്. തിന്മ പ്രവൃത്തികളെ ഉപേക്ഷിച്ചിട്ട് നന്മയുടെ പാതയിലേക്ക് നടന്നു നീങ്ങുമ്പോൾ, അല്ലെങ്കിൽ നിർവ്യാജ സ്നേഹത്തോടുകൂടി ദൈവത്തിന്റെ അരികിലേക്ക് പോകുമ്പോൾ ആ പറയുന്ന അല്ലെങ്കിൽ അതിന് പറയുന്ന പേരാണ് സ്നേഹം എന്നത്. അപ്പോ നമുക്കറിയാം, കൊച്ചു കുഞ്ഞുങ്ങൾ അല്ലെ, നിഷ്കളങ്കരാണ്. അവർക്ക് ഒരു തരത്തിലുള്ള ഒരു തിന്മ അവരുടെ മനസ്സിലില്ല. ആ ഒരു സ്നേഹത്തിലോട്ട് നമ്മൾ തിരിയണം എന്നാണ് തിരുവചനം നമ്മെ, പൗലോസ് അപ്പോസ്തലൻ നമ്മെ പഠിപ്പിക്കുന്നത്. എന്നാൽ ബൈബിളിലെ മറ്റൊരു ഭാഗത്ത് 1 പത്രോസിന്റെ ലേഖനം 4-ാം അധ്യായം അതിന്റെ 8-ാം ഭാഗത്ത് ഇപ്രകാരം പറയുന്നു: സകലത്തിനു മുമ്പേ തമ്മിൽ ഉറ്റ സ്നേഹം ഉള്ളവരായിരിക്കും. സ്നേഹം പാപങ്ങളുടെ ബഹുത്വത്തെ മറക്കുന്നു. പാപങ്ങളുടെ ബഹുത്വത്തെ മറക്കുന്നതാണ് സ്നേഹം. നമുക്കറിയാം, നമ്മളെല്ലാവരും പാപികളാണ്. ഇപ്പൊ നമ്മുടെ ദുഃഖവാരം ആചരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു പാപികളായ നമുക്ക് വേണ്ടിയിട്ട് ക്രൂശിതനായി 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റു. നമ്മൾ ഓരോ സമയത്തും നമ്മൾ ചെയ്യുന്ന പാപങ്ങൾ നമ്മൾ അനുവദിക്കാറുണ്ട്. പക്ഷെ പിന്നീട് നമ്മൾ എന്ത് ചെയ്യാറുണ്ട്? പാപത്തിലേക്ക് വീണ്ടും വീണ്ടും നമ്മൾ ചെല്ലാറുണ്ട്, അല്ലെ? അപ്പോ നമ്മൾ കാണിച്ചു കൂട്ടുന്ന പാപങ്ങളുടെ ബഹുത്വത്തെ അല്ലെങ്കിൽ ബഹുത്വ ധാരാളത്തെ കുറയ്ക്കുന്നതാണ് അല്ലെങ്കിൽ മറയ്ക്കുന്നതാണ് ശരിക്കും ദൈവിക സ്നേഹം എന്ന് പറയുന്നത്. യോഹന്നാൻ സുവിശേഷം 13-ാം അധ്യായം അതിന്റെ 1-ാം ഭാഗത്തിൽ പ്രകാരം രേഖപ്പെടുത്തിയിരിക്കുന്നു: ലോകത്തിൽ തനിക്കുള്ളവരെ സ്നേഹിച്ചതുപോലെ അവസാനത്തോളം അവരെ സ്നേഹിച്ചു. ഇവിടെ നമുക്കറിയാം ആരുടെ സാക്ഷ്യമാണെന്ന് അറിയാം? യേശു കർത്താവിന്റെ സാക്ഷ്യമാണ്. നമുക്ക് എല്ലാവർക്കും വേണ്ടിയിട്ട്, പാപികളായ നമുക്ക് എല്ലാവർക്കും വേണ്ടിയിട്ട് യേശു കർത്താവ് ക്രൂശിതനായി. ത്യാഗത്തിന്റെ അല്ലെങ്കിൽ സ്നേഹത്തിന്റെ ഏറ്റവും മൂർത്തി ഭാവമാണ് യേശു കർത്താവിന്റെ സ്നേഹം. അപ്പോ ബൈബിൾ പരിശോധിക്കുമ്പോൾ ഉൽപ്പത്തി പുസ്തകം മുതൽ അവസാന പുസ്തകം വരെ നമ്മൾ നോക്കുമ്പോൾ സ്നേഹത്തിന്റെ വിവിധ രംഗങ്ങൾ നമുക്ക് ദർശിക്കാനായിട്ട് സാധിക്കും. ഉൽപ്പത്തി പുസ്തകത്തിന്റെ ആദ്യ ഭാഗത്തിൽ നമുക്ക് വീണ്ടെടുക്കപ്പെട്ട അല്ലെങ്കിൽ നിലനിൽപ്പിന്റെ സ്നേഹം അറിഞ്ഞ വ്യക്തികളെ നമുക്കവിടെ പരിചയപ്പെടാൻ സാധിക്കുന്നുണ്ട്. ആരാണെന്നറിയോ? നിലനിൽപ്പിന്റെ സ്നേഹം. ആദിമ മാതാപിതാക്കളായ മനുഷ്യരായ ആദം ഹവ്വ ദൈവത്തിൽ നിന്ന് തെറ്റി അവരെന്താണ്? പാപത്തിലേക്ക് പോവുകയാണ്. അവരുടെ നിലനിൽപ്പിനായിട്ട് അവരെ വീണ്ടെടുത്ത ഒരു സ്നേഹമാണ് യഹോവയുടെ സ്നേഹം. യഹോവയായ ദൈവത്തിന്റെ സ്നേഹം നിലനിൽപ്പിന്റെ, കാരണം അവരവിടെ പാപം ചെയ്യുമ്പോഴും മനുഷ്യരാശിക്ക് എന്താണ്? മനുഷ്യന്റെ ആവശ്യം അല്ലെങ്കിൽ ജീവജാലങ്ങളുടെ ആവശ്യം വേണമെന്ന് മനസ്സിലാക്കിക്കൊണ്ട് നിലനിൽപ്പിന്റെ ഒരു സ്നേഹമാണ് നമുക്ക് അവിടെ ദാനമായിട്ട് നൽകിയത്. തുടർന്നുള്ള ഭാഗങ്ങൾ നോക്കുമ്പോൾ രക്ഷയുടെ ഒരു സ്നേഹം നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ദൈവത്തിന്റെ കൽപ്പനകൾ അനുസരിക്കാതെ ബോധിച്ച മണ്ണം നടന്നിട്ട് പാപപ്രവൃത്തി ചെയ്തപ്പോൾ അവർക്കായിട്ട് ഒരു പെട്ടകം ഒരുക്കി നൽകി അവിടേക്ക് ക്ഷണിച്ച ദൈവത്തെ നമുക്ക് അവിടെ കാണാം. ആരാണ്? നോഹ, അല്ലെ? നോഹയ്ക്ക് ദൈവം, അല്ലെങ്കിൽ നോഹയ്ക്കും കൂടെയുള്ളവർക്കും ദൈവം പകർന്നു നൽകിയ സ്നേഹം, അത് രക്ഷയുടെ സ്നേഹമാണ്. അതുപോലെ തന്നെ ഒരു വിശ്വാസത്തിന്റെ സ്നേഹം നമുക്ക് ബൈബിളിൽ ദർശിക്കാൻ സാധിക്കും. വിശ്വാസത്തിന്റെ സ്നേഹം. വിശ്വാസികളുടെ പിതാവ് അല്ലെങ്കിൽ ബഹുജാതികളുടെ പിതാവ് എന്നറിയപ്പെടുന്ന അബ്രഹാം, അല്ലെ? അബ്രഹാമിന്റെ ജീവിതം അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ വിശ്വാസത്തിന്റെ അങ്ങേയറ്റമായിരുന്നു, അല്ലെ? മക്കളില്ലാത്ത സമയത്തും ദൈവത്തിൽ അടിയുറച്ച് വിശ്വസിച്ച് തങ്ങളുടെ ബഹുജാതികളുടെ തനിക്ക് മകനെ ലഭിക്കുമ്പോൾ അല്ലെങ്കിൽ തലമുറകളെ ലഭിക്കുമ്പോൾ അവിടെ എന്താണ്? ഒരു വിശ്വാസത്തിന്റെ സ്നേഹം. എബ്രായരുടെ ലേഖനം 11-ാം അധ്യായം നമ്മൾ ആദ്യം മുതൽ അവസാനം വരെ വായിക്കുമ്പോൾ വിശ്വാസത്തിന്റെ വിവിധ രംഗങ്ങൾ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു കരുതലിന്റെ സ്നേഹം. യോസേഫിനെ കുറിച്ച് നമുക്കറിയാം. യോസേഫ്, അതായത് അപ്പന്റെ ലാളനെ ഏറ്റുവാങ്ങിയതുകൊണ്ട് സഹോദരന്മാരാൽ ഉപേക്ഷിക്കപ്പെട്ട യോസേഫ്, സഹോദരന്മാരാൽ തള്ളപ്പെട്ട യോസേഫ്.
പക്ഷേ ദൈവം കരുതിയ ഒരു യോസേഫിനെയാണ് നമുക്ക് പഴയ നിയമത്തിൽ കാണാനായിട്ട് സാധിക്കുന്നത്. അവിടെ യോസേഫ് എന്താ ചെയ്യുന്നത്? ആ ഒരു ദേശത്തിന്റെ അധിപതിയാകുമ്പോൾ അവിടെ ഒറ്റയ്ക്ക് തന്റെ സ്നേഹം അല്ലെങ്കിൽ ദൈവസ്നേഹം അനുഭവിക്കുകയല്ല ചെയ്യുന്നത്. തന്റെ കൂടെ തന്റെ സഹോദരന്മാരെ കരുതിയ ഒരു സ്നേഹമാണ് നമുക്കവിടെ കാണാൻ സാധിക്കുന്നത്. അപ്പൊ ബൈബിളിൽ ആദ്യം മുതൽ അവസാനം വരെയും രക്ഷയുടെയും കരുതലിന്റെയും ഒക്കെ സ്നേഹം നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ അന്യമതസ്ഥയായ യൂത്തിനെ സ്നേഹിച്ച, യഹൂദ മതത്തിലേക്ക് സ്വീകരിച്ച സ്വീകരണത്തിന്റെ സ്നേഹം നമുക്ക് പഴയ നിയമത്തിൽ കാണാൻ സാധിക്കുന്നുണ്ട്. ഹാഗാറിനും മകനും, ഹാഗാറിന്റെ ജീവിതം നമുക്കറിയാം, ഹാഗാറിന്റെ മകനും വറ്റാത്ത നീരുറവ സമ്മാനിച്ച ഒരു കാരുണ്യത്തിന്റെ സ്നേഹവും പഴയ നിയമത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ യേശു കർത്താവിന്റെ രക്ഷയുടെ സ്നേഹം പകർന്നു നൽകിയ ഒരു അവസ്ഥ നമുക്കവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. കുരുടനായ മനുഷ്യന് സൗഖ്യം നൽകിയ രക്ഷയുടെ സ്നേഹം, അതുപോലെ രക്തസ്രാവക്കാരിയായ സ്ത്രീക്ക് സൗഖ്യം നൽകിയ രക്ഷയുടെ സ്നേഹം. അങ്ങനെ ബൈബിളില് ആദ്യം മുതൽ അവസാനം വരെ നമ്മൾ നോക്കുമ്പോൾ സ്നേഹം എന്ന പദത്തിന്റെ വിവിധ രംഗങ്ങൾ നമുക്ക് ദർശിക്കാൻ സാധിക്കുന്നുണ്ട്. അവസാനം നമ്മൾ നോക്കുമ്പോൾ എന്താണ്? യേശു കർത്താവ് ത്യാഗത്തിന്റെ സ്നേഹം, അല്ലെ? തന്റെ സ്വന്തം പുത്രനെ ഈ ലോകത്തിലേക്ക് ദാനമായി നൽകിയ സമയത്ത് ആ പുത്രനെ ത്യാഗത്തിൽ, അല്ലെങ്കിൽ തന്റെ പുത്രനെ ലോകത്തിനായിട്ട് നൽകുമ്പോൾ ത്യാഗത്തിലൂടെ ഒരു വിശ്വാസത്തിന്റെ സ്നേഹം നമുക്കവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അങ്ങനെ നമ്മൾ നോക്കുമ്പോൾ ബൈബിളില് ആദ്യ പുസ്തകം മുതൽ അവസാന ഭാഗം വരെ നോക്കുമ്പോൾ, ബൈബിൾ വായിക്കുമ്പോൾ സ്നേഹത്തിന്റെ വിവിധ രംഗങ്ങൾ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പൊ നാം ഒരു കാര്യം മനസ്സിലാക്കുക, നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ രക്ഷയുടെ അല്ലെങ്കിൽ വീണ്ടെടുപ്പിന്റെ, കരുതലിന്റെ ഒക്കെ സ്നേഹം അനുഭവിക്കുമ്പോൾ നാം ആ ദൈവവിശ്വാസത്തിൽ ഉറച്ചിരിക്കേണ്ടത് അത്യാവശ്യമാണ്. നമ്മൾ ആ ദൈവസ്നേഹത്തിൽ ഉറച്ചിരിക്കേണ്ടത് അത്യാവശ്യമാണ്. അപ്പോൾ അപ്പോസ്തലനായ പൗലോസ് പുതിയ നിയമത്തിൽ പറയുന്നു, സ്നേഹത്തിൽ ഉറച്ചിരിക്കുന്നത്. നമ്മുടെ ജീവിതത്തിൽ സ്നേഹമുണ്ടോ എന്ന് നമ്മൾ സ്വന്തമായിട്ട് പരിശോധിക്കുക. രക്ഷയുടെ സ്നേഹം, രക്ഷയാവുന്ന സ്നേഹമുണ്ടോ? കരുതലിന്റെ സ്നേഹമുണ്ടോ? വീണ്ടെടുപ്പിന്റെ സ്നേഹമുണ്ടോ? സൗഖ്യത്തിന്റെ സ്നേഹം നമ്മുടെ കുടുംബത്തിലും നമ്മുടെ സഭയിലും ഉണ്ടോ എന്ന് നമ്മൾ ഒരു നിമിഷം പരിശോധിക്കുക. സ്നേഹം എന്ന് പറയുന്നത് നമ്മുടെ സഹോദര സ്നേഹമാണ്. നമ്മൾ കാണപ്പെടാത്ത ദൈവത്തെ നമ്മൾ സ്നേഹിക്കുന്നു എന്ന് പറയുമ്പോൾ, നമ്മുടെ അയൽപക്കത്തുള്ള ഒരു വ്യക്തി ദാഹിക്കുമ്പോൾ, അല്ലെങ്കിൽ അവൻ ഒരു നേരത്തെ ആഹാരത്തിനായിട്ട് കഷ്ടപ്പെടുമ്പോൾ, അവന് ഉടുപ്പ് നമ്മൾ നൽകാതിരിക്കുമ്പോൾ, അത് ദൈവം, നമ്മൾ സ്നേഹിക്കുന്ന ദൈവം ഒരിക്കലും അത് ഇഷ്ടപ്പെടുന്നില്ല. നമ്മുടെ ചുറ്റുപാടുള്ള വ്യക്തികളെ, നമ്മുടെ സഹോദരനെ നമ്മൾ സ്നേഹിക്കുമ്പോൾ, ആരും നമുക്കറിയാം, ദൈവത്തിന് മുമ്പിൽ ജാതിയോ മതമോ ഒന്നുമില്ല, എല്ലാവരും ഒന്നാണ്. അപ്പോ ആ ഒരു ഹൃദയത്തിൽ നമ്മൾ ധ്യാനിച്ചുകൊണ്ട് നമ്മൾ സഹോദരനെ സ്നേഹിക്കുമ്പോൾ ആ സ്നേഹമാണ് നമ്മുടെ ദൈവം, നമ്മുടെ കർത്താവ് ഇഷ്ടപ്പെടുന്നത്. നാം നോക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ സ്നേഹം എന്ന് പറയുന്നത് ഒരു ഔഷധമാണ്. ഒരു നിമിഷം നമ്മൾ ചിന്തിക്കുക, നമ്മുടെ കുടുംബത്തിൽ നമുക്ക് ഒരുപാട് രോഗങ്ങളുണ്ട്, പ്രയാസങ്ങളുണ്ട്, പ്രതിസന്ധികളുണ്ട്. അപ്പൊ അതിനെയെല്ലാം നമുക്ക് മാറ്റാൻ പറ്റുന്ന ഒരേ ഒരു ഔഷധമാണ് സ്നേഹം എന്ന് പറയുന്നത്. അപ്പൊ നമ്മുടെ കുടുംബത്തിൽ എന്തൊക്കെ പ്രശ്നങ്ങളുണ്ട് എങ്കിലും ആ പ്രശ്നങ്ങളെല്ലാം തരണം ചെയ്യുവാൻ സ്നേഹമുണ്ട് എങ്കിൽ നമുക്ക് സാധിക്കുമെന്നാണ് തിരുവചനം, ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്നത്. അപ്പോ ആ സ്നേഹത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് എങ്ങനെ ഒരു കുടുംബത്തെ, അല്ലെങ്കിൽ ഒരു കുടുംബത്തിൽ വിശ്വാസമുള്ള ഒരു സമൂഹമായിട്ട് കുടുംബത്തെ നമുക്ക് കെട്ടിപ്പടുക്കാനായിട്ട് സാധിക്കുമെന്നാണ് നമുക്ക് ചിന്തിക്കാനായിട്ട് പോകുന്നത്. കുടുംബം എന്ന് പറയുന്നത് ഒരു സ്നേഹത്തിന്റെ ഉറവിടമാണ്. നമുക്ക് പറയാം, കുഞ്ഞുണ്ണി മാഷ് മലയാളം കവിതയിൽ പറയുന്നത്, കൂടുമ്പോൾ ഇമ്പമുള്ളതാണ് കുടുംബം, അല്ലാത്തത് കമ്പമായിട്ട് തീരുന്നു, അല്ലെ? കൂടുമ്പോൾ ഇമ്പമുള്ളതാണ് കുടുംബം, അല്ലെ? ഇമ്പം വെച്ച മാധുര്യം. നമ്മുടെ കുടുംബത്തിൽ ചെന്ന് ചേരുമ്പോൾ അപ്പൻ ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് വരുന്നു, അമ്മ അന്ന് ജോലിക്ക് പോകുന്നുണ്ടായിരിക്കാം, ജോലി കഴിഞ്ഞ് വരുന്നു, മക്കൾ വിദ്യാഭ്യാസം കഴിഞ്ഞ് വീട്ടിലേക്ക് വരുന്നു. ഒരുമിച്ച് ചേരുന്ന സമയത്ത് എത്ര കുടുംബത്തിലാണ് ആ ഒരു സ്നേഹം അല്ലെങ്കിൽ ഇമ്പമുള്ള ഒരു അവസ്ഥ ഉള്ളത്? എത്ര കുടുംബത്തിലാണ് ഇമ്പകരമായിട്ടുള്ള അവസ്ഥയുള്ളത്? പണ്ട് കാലങ്ങളിൽ അപ്പനും അമ്മയും മക്കളും ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്ന ഒരു സംഭവം ഉണ്ടായിരുന്നു. ഇന്നുണ്ടോ? ഇല്ല. നമ്മളിന്ന് നമ്മുടെ അവസ്ഥകളിൽ നമുക്ക് സൗകര്യങ്ങൾ കൂടി, അല്ലെ? നമുക്ക് എല്ലാവർക്കും ദൈവം സഹായിച്ച് സൗകര്യങ്ങൾ കൂടിയിട്ടുണ്ട്. ആ സൗകര്യങ്ങൾ കൂടിയപ്പോൾ ദൈവത്തെ മറക്കുന്ന, കുടുംബത്തെ മറക്കുന്ന ഒരു കാലഘട്ടം
പണ്ട് ഒരുമിച്ചിരുന്ന് ഒരു വേദി, കാരണം അവിടെ ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുമ്പോൾ സംസാരിക്കാൻ പാടില്ല എന്ന് പറയുമെങ്കിൽ നമ്മൾ സംസാരിക്കും. ചിലപ്പോൾ ആ കുഞ്ഞുങ്ങൾക്ക് സ്കൂളിൽ പോയിട്ട് അവരവിടെ കണ്ട കാഴ്ചകൾ പറയാനുണ്ടായിരിക്കാം. അപ്പൊ അവിടെ ഒരു സ്നേഹത്തിന്റെ ഇടാം അല്ലെ. അപ്പന് ജോലിയുടെ പ്രയാസം എന്ന് പറയാനായിട്ട് സാധിക്കും, അമ്മയ്ക്ക് അമ്മയുടെ മാനസികാവസ്ഥകൾ പറയാൻ സാധിക്കും. പക്ഷെ ഇന്ന് ആ വേദികളെല്ലാം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇത് നമുക്ക് എല്ലാവർക്കും മൊബൈലുണ്ട് അല്ലെ. എല്ലാവർക്കും അമ്മയുടെ കയ്യിലുണ്ട്, മക്കളുടെ കയ്യിലുണ്ട്, അപ്പന്റെ കയ്യിലും മൊബൈലുണ്ട്. നമ്മളിന്ന് നമ്മുടെ ജോലി തിരക്കുകളിലായിട്ട് നമ്മുടെ മുറികളിൽ ഒതുങ്ങിക്കൂടി നമ്മൾ മൊബൈൽ റീൽസുകൾ കണ്ടുകൊണ്ട് മുന്നോട്ട് നീങ്ങുന്ന ഒരു കാലഘട്ടമായിട്ട് നമ്മൾ മാറിയിരിക്കുകയാണ്. അപ്പോൾ യഥാർത്ഥ സ്നേഹം, രക്ഷയുടെ സ്നേഹം, വീണ്ടെടുപ്പിന്റെ സ്നേഹം നമ്മുടെ കുടുംബങ്ങളിൽ ഉണ്ടോ എന്ന് നമ്മൾ ഒരു നിമിഷം ചിന്തിക്കുക. ഒരു കുടുംബം നന്നാവണമെങ്കിൽ അവിടെ എന്താ ആവശ്യം? സ്നേഹം വേണം. സ്നേഹം വേണമെങ്കിൽ എന്താണ്? ഐക്യം. ഒരു ഐക്യം വേണം, തീർച്ചയായിട്ടും വേണം. നമുക്കറിയാം നമ്മുടെ കയ്യില് 5 വിരലുണ്ട് അല്ലെ. കയ്യിൽ 5 വിരലുണ്ട്. ഇത് ഒരു വിരൽ മാത്രം ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് എന്തെങ്കിലും ഭാരവാസം എടുക്കാൻ പറ്റുമോ? ഇല്ല. നമ്മുടെ 5 വിരലുകളും ഒരുമിച്ച് പ്രവർത്തിച്ചാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? നമുക്കൊരു സാധനം, ഒരു ഭാരമുള്ള സാധനം പൊക്കിയെടുക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പോ ഓരോ വിരലിനും ഓരോ വലിപ്പമാണ് അല്ലെ. ഓരോ വിരലിനും വലിപ്പം ഓരോ തരത്തിലാണ്. അതുപോലെ നമ്മുടെ കുടുംബത്തിലും ഓരോ കുഞ്ഞു മക്കളുണ്ട്, അപ്പനുണ്ട്, അമ്മയുണ്ട്, പ്രായമായ അപ്പനും അമ്മയും ഒക്കെ നമ്മുടെ കുടുംബത്തിലുണ്ട്. എല്ലാവർക്കും തുല്യ പങ്കാളിത്തം ഉണ്ടെങ്കിൽ മാത്രമേ ഒരു കുടുംബം ഐക്യത്തോടെ അല്ലെങ്കിൽ ഒരു കുടുംബം സന്തോഷത്തോടെ സ്നേഹത്തോടെ മുന്നോട്ട് പോവുകയുള്ളൂ. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ സ്നേഹമുള്ള ഒരു കുടുംബം, വിശ്വാസത്തിൽ ഊന്നിയ ഒരു കുടുംബം നമുക്ക് തയ്യാറാക്കുവാൻ അല്ലെങ്കിൽ നമുക്ക് കെട്ടിപ്പടുക്കുവാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ എന്ന് ഒരു നിമിഷം ചിന്തിക്കാം. ഒരിക്കൽ ഒരു കുടുംബത്തിൽ ഒരു അപ്പനും അമ്മയും മക്കളും അടങ്ങിയ കുടുംബമാണ്. അവിടെ ആ കുടുംബത്തിൽ 3 അതിഥികൾ എത്തിച്ചേരുകയാണ്. 3 അതിഥികൾ ആ കുടുംബത്തിലേക്ക് എത്തിച്ചേരുകയാണ്. ഡോറ് പൊട്ടുകയാണ്. അപ്പൊ അവിടെ ഒന്ന് സ്നേഹം, ഒന്ന് ധനം, ഒന്നെന്താണ് വിജയം. ഈ 3 അതിഥികൾ ആ കുടുംബത്തിലേക്ക് വരികയാണ്. വന്നിട്ട് അപ്പൊ അമ്മ ചെന്ന് വാതിൽ തുറക്കുകയാണ്. അപ്പൊ അവിടെ ആ സമ്പത്ത് എന്ന് പറയുന്ന വ്യക്തി പറയുകയാണ്, ഞങ്ങൾ 3 പേര് വന്നിട്ടുണ്ട്, പക്ഷെ ഞങ്ങൾ ഒരാളെ മാത്രം എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ഈ വീട്ടിനകത്തേക്ക് സ്വാഗതം ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ ആര് വേണമെന്ന് നിങ്ങൾ തീരുമാനിക്കാം. ഇനി ഇതില് സ്നേഹത്തെ സ്വാഗതം ചെയ്യുകയാണെങ്കിൽ ഞങ്ങൾ 2 പേരും കൂടെ കൂടുള്ളൂ. അപ്പൊ അമ്മ അകത്തേക്ക് വന്നിട്ട് അപ്പനോട് ചോദിക്കുകയാണ്, ഈ 3 പേര് വന്ന് നിൽക്കുന്നുണ്ട്, നമുക്ക് ആരെ സ്വാഗതം ചെയ്യാം? അപ്പൊ അപ്പം പറയുകയാണ്, നമുക്ക് എന്ത് ചെയ്യാം? സമ്പത്തിനെ സ്വാഗതം ചെയ്യാം. കാരണം നമുക്ക് ഒരുപാട് കടഭാരങ്ങളുണ്ട്, ഒരുപാട് പ്രയാസങ്ങളുണ്ട്, നമുക്ക് എന്ത് ചെയ്യാം? സമ്പത്തിനകത്തേക്ക് സ്വാഗതം ചെയ്യാമെന്ന് പറയുകയാണ്. അപ്പൊ അവിടെ അമ്മ അത് കേട്ടോണ്ട് പുറത്തേക്ക് ഇറങ്ങി പോവുകയാണ്, സമ്പത്തിനെ സ്വാഗതം ചെയ്യാൻ പോവുകയാണ്. ആ സമയത്ത് ആ വീട്ടിലെ കൊച്ചു കുഞ്ഞുങ്ങൾ പറയണം, അമ്മേ നമുക്ക് എന്ത് ചെയ്യാം? ഈ സമ്പത്തിനെല്ലാം നമുക്ക് സ്വാഗതം ചെയ്ത് ആരെയാണ്? സ്നേഹത്തിന് സ്വാഗതം ചെയ്യാം. അപ്പൊ ഒന്ന് ചിന്തിക്കുക, സ്നേഹത്തെ സ്വാഗതം ചെയ്താൽ മറ്റു 2 പേരും എന്ത് ചെയ്യും? കൂടെ പോരും അല്ലെ. സമ്പത്തും പിന്നെന്താണ്? വിജയവും കൂടെ പോരും. അപ്പൊ നമുക്ക് ബുദ്ധിപൂർവ്വം നമുക്ക് ആരെ സ്വാഗതം ചെയ്താൽ മതി? സ്നേഹത്തെ സ്വാഗതം ചെയ്താൽ മതി എന്ന് പറയുന്നു. അപ്പൊ അങ്ങനെ എന്ത് ചെയ്യുന്നു? അമ്മ പോയിട്ട് സ്നേഹത്തെ സ്വാഗതം ചെയ്യുന്നു. അവരോടൊപ്പം മറ്റു 2 പേരും കൂടെ എന്ത് ചെയ്യുന്നുണ്ട്? കയറി വരുന്നുണ്ട്. ഒരു ചെറിയ കഥയാണ്, പക്ഷെ വലിയൊരു ചിന്താണ് നമുക്ക് ലഭിക്കുന്നത്. എന്താണ്? ഒരു കുടുംബത്തില് കൊച്ചു കുഞ്ഞുങ്ങൾക്കും സ്ഥാനമുണ്ട്. അവരുടെ അഭിപ്രായങ്ങൾക്ക് നമ്മൾ എന്ത് കൊടുക്കണം? പ്രാധാന്യം കൊടുക്കണം. നമ്മൾ ഒരാഴ്ചക്കാലം കുടുംബകാലമായിട്ട് നമ്മൾ ആഘോഷിക്കും. കാരണം സ്ത്രീജനങ്ങൾക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ട് വിമൻസ് ഡേ എന്ന് പറഞ്ഞ് ആഘോഷിക്കുമ്പോൾ അവിടെ സ്ത്രീ എന്ന് പറയുന്ന ഒരു കുടുംബത്തിന്റെ വിളക്കാണ് അല്ലെ. അപ്പൊ ആ കുടുംബത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്നതും അല്ലെങ്കിൽ കുടുംബത്തെ നാശത്തിലേക്ക് കൊണ്ടെത്തിക്കുന്നത് ആര് തന്നെയാണ്? സ്ത്രീ തന്നെയാണ്. ഒരു മാറ്റമില്ല അല്ലെ. അപ്പൊ അവിടെ എല്ലാവരും ഒന്നാണ് എന്നുള്ളൊരു ചിന്ത നമ്മുടെ കുഞ്ഞുങ്ങളുടെ മനസ്സിൽ നമ്മൾ ചെറിയ നാളിൽ പകർന്നു കൊടുക്കേണ്ട അത്യാവശ്യമാണ്. അപ്പൊ ഒരു കുടുംബത്തില് ഒരു കുഞ്ഞിനെ നമ്മൾ പകർന്നു കൊടുക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. എന്തൊക്കെയായിരിക്കും? ഒന്ന് സ്നേഹം പകർന്നു കൊടുക്കണം. പ്രതിസന്ധികൾ ഉണ്ടായിരിക്കാം അല്ലെ. കഴിഞ്ഞ ദിവസം ന്യൂസ് പേപ്പറിൽ കണ്ടൊരു കാര്യമാണ്, SSLC പരീക്ഷ എഴുതുന്നു, കുട്ടിക്ക് ഭയങ്കരമായിട്ട് കുട്ടി ആത്മഹത്യ ചെയ്യുന്നു അല്ലെ. നമ്മളൊക്കെ SSLC പരീക്ഷ എഴുതിയിട്ടുണ്ട്, ധാരാളം പരീക്ഷ എഴുതി, പണ്ടൊന്നും ആരും ചെയ്തില്ല, പരീക്ഷ പഠിച്ച് ആത്മഹത്യ ചെയ്തിട്ടില്ല. ഇന്ന് കുട്ടികൾ എന്ത് ചെയ്യുന്നുണ്ട്? ആത്മഹത്യയിലേക്ക് പ്രവേശിക്കുകയാണ്. മാത്രമല്ല മൊബൈൽ ഫോൺ അഡിക്റ്റ് ആയിട്ട് മുമ്പത്തെ കാലത്ത് ഒരു വ്യക്തിയും ആത്മഹത്യ നമ്മൾ കേട്ടിട്ടില്ല. ഇതെന്താണ്? ഒരുപാട് കുരുന്നുകൾ, കൊച്ചു കുഞ്ഞുങ്ങൾ എന്ത് ചെയ്യാണ്? ആത്മഹത്യയിലേക്ക് പ്രവേശിക്കുകയാണ്. അപ്പോ ഇങ്ങനെ കുഞ്ഞുങ്ങൾ
ആയി തീരാൻ ആരാണ് കാരണക്കാർ? നമുക്കറിയാം, പണ്ട് കൊച്ചു കുഞ്ഞുങ്ങൾക്ക് ആഹാരം കൊടുക്കുന്നത് പുറത്തിറങ്ങിയിട്ട് കാക്കയും പൂച്ചയൊക്കെ കാണിച്ച് പാട്ടുപാടി നടക്കുന്നത് ആഹാരം കൊടുക്കുന്നത്. ഇന്നെന്താണ്? മൊബൈൽ ഫോൺ കയ്യിൽ കൊടുക്കുന്നു, കുട്ടി റീൽസ് കാണുന്നു, കുട്ടി ആഹാരം കഴിച്ചു എന്ന് വരുത്തുകയാണ്. അപ്പൊ നമ്മൾ ഒരുപാട് മാറിയ ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പൊ ഇതിന്റെ കാരണക്കാർ നമ്മൾ തന്നെയാണ്, അല്ലെ? കാരണം നമ്മൾ ചിന്തിക്കുന്നത് നമ്മുടെ കുഞ്ഞിന് മൊബൈൽ ഉപയോഗിക്കാൻ പറ്റിയില്ല എങ്കിൽ അവനെന്ത് ചെയ്യും? ഒറ്റപ്പെട്ടു പോകും, അല്ലെ? സമൂഹത്തിൽ ഒറ്റപ്പെട്ടു പോകും. ആ ഒരു ചിന്തയില് അവന്റെ കൈവശം നമ്മൾ മൊബൈൽ കൊടുക്കണം. പക്ഷെ കുട്ടി ആദ്യം റീൽസ് കാണും, കണ്ടുകൊണ്ട് എവിടേക്ക് പോകുന്നുവെന്ന് നമുക്കൊന്നും പറയാൻ പറ്റില്ല. എന്റെ സ്കൂളില് ഒരു പാരന്റ് വന്നിട്ട് എന്റെ അടുത്ത് പറഞ്ഞു, ടീച്ചറെ, അവൻ പഠിക്കാൻ നല്ല മിടുക്കനായിരുന്നു, പക്ഷെ ഇപ്പൊ പഠനത്തിൽ ഒരുപാട് പുറകിലാണ്. അപ്പൊ കാരണം ഞാൻ ചോദിച്ചു പറയുന്നത് മൊബൈലിന് അഡിക്റ്റാണ്. ഒരു രക്ഷയില്ല, അപ്പനോ അമ്മയ്ക്കോ ഒന്നും വാങ്ങി വെക്കാൻ പറ്റാത്തൊരു അവസ്ഥയിലാണ് ആ കുടുംബം ഇപ്പൊ ആയിരിക്കുന്നത്. അപ്പൊ ഞാൻ നമുക്ക് ചെയ്യാൻ നമുക്കൊരു പരിധിയുണ്ട്. കാരണം നമ്മൾ അധ്യാപകരാണ്, നമുക്ക് സ്കൂളിൽ വെച്ച് പറഞ്ഞു കൊടുക്കാൻ പറ്റും, നല്ല പാഠങ്ങൾ പറഞ്ഞു കൊടുക്കാൻ പറ്റും. നമുക്ക് അത് മാത്രമേ നമുക്ക് പറ്റുള്ളൂ. ബാക്കി സമയം മുഴുവൻ എവിടെയാണ്? ഈ കുട്ടി വീട്ടിലാണ്. അപ്പോ ആ നന്മയിലേക്ക് നയിക്കേണ്ടത് ആര് തന്നെയാണ്? തീർച്ചയായിട്ടും പാരന്റ്സ് തന്നെയാണ്. അപ്പൊ എന്നാലും എന്റെ ഭാഗത്ത് നിന്ന് ഞാൻ പറയാൻ പറ്റുന്ന കാര്യം പറയാനുള്ളൂ. അപ്പൊ കുട്ടിയെ വിളിച്ചു, പക്ഷെ ആ ക്ലാസ് നല്ല അച്ചടക്കമുള്ള കൊച്ചാണ്, ഒരു കുഴപ്പമില്ല, നല്ല അച്ചടക്കമുള്ള കുട്ടിയാണ്. അപ്പൊ അവന്റെ അരികിലേക്ക് ഞാൻ വിളിച്ചു, സംസാരിച്ചു. അപ്പൊ ആ പാരന്റ് വളരെ സാമ്പത്തികമായിട്ട് പിന്നോക്കം നിൽക്കുന്ന, അച്ഛനില്ല, അമ്മ മാത്രമേ ഉള്ളൂ. അപ്പൊ കഷ്ടപ്പെട്ട് വളർത്തുന്ന ഒരു കുടുംബമാണ്. അപ്പൊ അമ്മയുടെ കരച്ചിൽ കണ്ടപ്പോൾ എനിക്ക് സത്യം പറയാൻ എനിക്ക് ഭയങ്കരമായ സങ്കടം വന്നു. അപ്പൊ ഈ കുഞ്ഞ് എന്റെ അരികിൽ വന്നിട്ട് ഞാൻ പറഞ്ഞു, കാര്യങ്ങളൊക്കെ പറഞ്ഞു, നമുക്ക് മൊബൈലൊക്കെ ഉപയോഗിക്കാം, വിദ്യാഭ്യാസം കഴിയട്ടെ, ഒരു ജോലിയൊക്കെ വാങ്ങിച്ച് അമ്മയുടെ സ്വപ്നങ്ങൾ സഫലമാക്കുക, നിങ്ങളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നത് പഠിക്കുക എന്നാണ് എന്നൊക്കെ പറഞ്ഞ് കുറെ ഉപദേശം കൊടുത്തിട്ട് അവർക്ക് പേടിയുണ്ട്. അധ്യാപകർ പേടി, ഇന്നത്തെ കുട്ടികൾക്ക് അധ്യാപകർ പേടിയില്ല. പക്ഷെ ഈ കുട്ടി കുറച്ച് ഭയമുള്ള ഒരു കുട്ടിയായിരുന്നു. അപ്പൊ ആദ്യം അവൻ കേട്ടു, കുറച്ച്, അതായത് ഒറ്റയടിക്ക് മാറ്റാൻ പറ്റില്ല. അവൻ മൊബൈലിന്റെ ഉപയോഗം കുറച്ച് കൊണ്ടുവന്നു. അപ്പൊ പിറ്റേ ഒരു പാരന്റ്സ് മീറ്റിംഗ് വന്നപ്പോ ആ അമ്മ എഴുന്നേറ്റ് കണ്ണുനീരോടെ ഒരു കാര്യം പറഞ്ഞു, ടീച്ചറെ, എനിക്ക് ഒരു കാര്യം മാത്രമേ പറയാനായിട്ടുള്ളൂ, എന്റെ കുഞ്ഞിന്ന് പഠനത്തിൽ കുറച്ചുകൂടെ മെച്ചം വന്നു. എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ടീച്ചറിന്റെ ഇടപെടൽ എങ്ങനെയാണെന്ന് എനിക്കും അറിയില്ല, പക്ഷെ ടീച്ചറിന്റെ ഇടപെടൽ എന്തായാലും അവിടെ ഒരു സാന്നിധ്യമായിട്ടുണ്ട്, അവൻ പഠനത്തിൽ മാറ്റം വന്നു. പക്ഷെ ശരി തന്നെയാണ്, പിന്നീടുള്ള പരീക്ഷകൾ നോക്കിയ സമയത്തൊക്കെ അവൻ ഒരുപാട് മാറ്റം വന്നു. അപ്പൊ ഇടയ്ക്കിടയ്ക്ക് നമുക്ക് അഡിക്റ്റായ മാറ്റം ഭയങ്കര ബുദ്ധിമുട്ടാണ്. പക്ഷെ നമ്മൾ അടികൾ ചേർത്ത് നിർത്തി സ്നേഹത്തോടു കൂടി സംസാരിക്കുമ്പോൾ കുറച്ചു പേർക്കെങ്കിലും മാറ്റം വന്നാൽ അത് നമ്മുടെ സ്വർഗത്തിലുള്ള ദൈവം സന്തോഷിക്കും. കാരണം ആ ദൈവമാണ് നമ്മളെ സ്നേഹം പഠിപ്പിച്ചത്. സ്നേഹം എന്താണെന്ന് പഠിപ്പിച്ചത് നമ്മുടെ ക്രിസ്തുവാണ്. അപ്പൊ അതുകൊണ്ട് തീർച്ചയായിട്ടും നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് നമ്മൾ നല്ല പാഠങ്ങൾ പകർന്നു കൊടുക്കാനായിട്ട് നമ്മൾ ശ്രദ്ധിക്കുക. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മുടെ ജീവിതത്തിൽ കുഞ്ഞുങ്ങൾക്ക് നമ്മുടെ കുടുംബത്തിൽ വളരെ വലിയ പ്രാധാന്യം തന്നെയാണ് ഉള്ളത്. സദൃശവാക്യങ്ങളുടെ പുസ്തകം 1-ാം അധ്യായം അതിന്റെ 7-ാം ഭാഗത്തിൽ ഇപ്രകാരം പറയുന്നു, യഹോവ ഭക്തി ജ്ഞാനത്തിന്റെ ആരംഭമാകുന്നു. യഹോവ ഭക്തി നമ്മൾ ചെറുപ്പകാലം നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ട ദൈവവചനങ്ങളാണ്. ചെറിയ വചനങ്ങളിലൂടെ നമ്മൾ അവരെ ദൈവത്തിന്റെ പാതയിലേക്ക് അല്ലെങ്കിൽ ക്രിസ്തുവിന്റെ പാതയിലേക്ക് നമ്മൾ നയിക്കുമ്പോൾ അവൻ ഒരിക്കലും നമ്മൾ ചൊട്ടയിലെ ശീലം ചുടലവരെ, ചെറുപ്പകാലത്തിലെ ശീലം മറക്കുമോ മനുഷ്യനുള്ള കാലം, അല്ലെ? നമ്മൾ എന്താണ് ചെറുപ്പകാലം നമ്മൾ അഭ്യസിക്കുന്നത് അത് തന്നെയായിരിക്കും അവൻ അവസാനം. നമുക്കറിയാം, നമ്മൾ മുതിർന്ന ആളുകളുടെ ഉണ്ട്, ചെറുപ്പകാലങ്ങളിൽ ശീലിച്ച കാര്യങ്ങൾക്ക് ഒരിക്കലും മറക്കാൻ സാധിക്കില്ല. അപ്പൊ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് നമ്മൾ എന്താ പറഞ്ഞു കൊടുക്കേണ്ടത്? ദൈവവചനം, യഹോവ ഭക്തി ജ്ഞാനത്തിന്റെ, നമുക്ക് ദൈവമാണ് ജ്ഞാനം പകർന്നു നൽകുന്നത്. പഠിക്കാൻ ബുദ്ധിമുട്ടുള്ള കുട്ടികൾ ഉണ്ടായിരിക്കാം. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക? പഠിക്കുന്നതിന് മുമ്പ് തിരുവചനം ധ്യാനിക്കുക. തിരുവചനത്തിലൂടെ നമ്മൾ എന്ത് ചെയ്യുക? പഠനത്തിലേക്ക് പ്രവേശിക്കുക. അതുപോലെ തന്നെ സദൃശവാക്യങ്ങളുടെ പുസ്തകം 22-ാം ഭാഗത്തിൽ പ്രകാരം പറയുന്നു, ബാലൻ നടക്കേണ്ട വഴിയെ അവനെ അഭ്യസിപ്പിക്കുക, അവൻ വൃദ്ധനായാലും അത് വിട്ടുമാറുകയില്ല. അല്ലെ? ബാലൻ അഭ്യസിക്കേണ്ടുന്ന വഴി, അവൻ നടക്കേണ്ടുന്ന വഴി നമ്മൾ എന്ത് ചെയ്യുക? അവന് പറഞ്ഞു കൊടുക്കുക. അവൻ വൃദ്ധനായാലും എന്ത് ചെയ്യില്ല? ഒരിക്കലും ഉപേക്ഷിക്കുകയില്ല. അപ്പൊ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് നമ്മൾ പകർന്നു കൊടുക്കേണ്ടുന്ന നമുക്കറിയുന്നത് നമ്മള് ഇന്റർനെറ്റ് യുഗത്തിൽ തന്നെയാണ് നമ്മൾ ജീവിക്കുന്നത്. മൊബൈൽ കൊണ്ട് നമുക്ക് ആവശ്യമുണ്ട്, ദുരുപയോഗമുണ്ട്. പക്ഷേ അത് നമുക്ക് ആവശ്യം തന്നെയാണ്. പക്ഷെ അതിൽ നിന്ന് കുറച്ച് മാറ്റി നിർത്തിയിട്ട് ദൈവവചനം നമ്മൾ എന്തെങ്കിലും കുഞ്ഞുങ്ങൾക്ക് പകർന്നു കൊടുക്കാം. ആ ഒരു വചനത്തിൽ ഊന്നിയ ഒരു ജീവിതമാണെങ്കിൽ ആ കുട്ടി ഒരിക്കലും പരാജയപ്പെടുകയില്ല. ഒരു കാര്യം നമ്മൾ സഭയിൽ
ഉണ്ട്, യൂത്ത് ഉണ്ട്, എല്ലാ കാര്യങ്ങളും ഉണ്ട് അല്ലെ. എത്ര കുഞ്ഞുങ്ങളെല്ലാം ഇതിലൊക്കെ പങ്കെടുക്കുന്നുണ്ട് നമുക്ക് ആലോചിക്കാം. എത്ര കുഞ്ഞുങ്ങൾ, നമുക്കൊന്ന് ട്യൂഷനാണ്, പിന്നെ ഓൺലൈൻ ട്യൂഷൻ, അങ്ങനെ ഒരുപാട് സൗകര്യങ്ങളുണ്ട്. പക്ഷേ എല്ലാ സൗകര്യങ്ങളും ഉള്ളപ്പോഴും ഞായറാഴ്ചയിലെ ആരാധന മറക്കുന്ന ഒരു കാലഘട്ടമാണ് ഇന്നത്തെ കാലഘട്ടം അല്ലേ. ഇന്നത്തെ കാലഘട്ടത്തിൽ സൺഡേ സ്കൂളിൽ പങ്കെടുക്കുക, അല്ലെങ്കിൽ നമ്മൾ ബാക്കി സമയത്ത് നിന്ന് വചനങ്ങൾ പഠിക്കുക എന്നുള്ള കാര്യങ്ങളൊക്കെ മറക്കുന്ന ഒരു കാലഘട്ടമാണ്. നമ്മൾ നമ്മുടെ ജീവിതത്തിൽ ചെറുപ്പകാലത്ത് നമ്മൾ നേടുന്ന കാര്യങ്ങൾ, ദൈവവചനം, യേശു കണ്ണുനീർ വാർത്തു എന്നുള്ള തിരുവചനം, ചെറിയ വചനം ഒരു വയസ്സിന് കുഞ്ഞിന് പറഞ്ഞു കൊടുത്താൽ അവ സ്വാഭാവികമായിട്ട് ബാക്കി വചനം എന്ത് ചെയ്യും? പഠിക്കും. അത് ഒരു മാറ്റവും പഠിക്കുക മാത്രമല്ല, വെറുതെ പഠിക്കുകയല്ല, വെറുതെ ബൈബിൾ വായിക്കുകയല്ല, നമ്മുടെ ജീവിതത്തിൽ പ്രയോജനപ്പെടുത്തുകയും കൂടെ ചെയ്യുക അല്ലെ. പ്രാർത്ഥനയിലൂടെ ഒരു ജീവിതം. ഇന്ന് നമ്മൾ എത്ര പേരാണ് പ്രാർത്ഥിക്കുന്നത്? കുടുംബ പ്രാർത്ഥനകൾ അന്യം നിൽക്കുന്ന ഒരു കാലഘട്ടം അല്ലെ. നമ്മളിന്ന് ടെലിവിഷൻ ഓൺ ചെയ്യുന്നു, TV സീരിയലിന് മുമ്പായിട്ട് നമ്മൾ ഇരിക്കുന്നു, അതിന് മുമ്പിലിരുന്നോട് നമ്മൾ എന്ത് ചെയ്യും? ഭക്ഷണം കഴിക്കും. ആ ഒരു കാലഘട്ടമായിട്ട് ഇന്നത്തെ കാലഘട്ടം മാറിയിരിക്കുകയാണ് അല്ലെ. അപ്പോ നമ്മൾ ചിന്തിക്കുക, നമ്മുടെ ജീവിതത്തിൽ സൗകര്യങ്ങൾ കൂടിയപ്പോൾ നമ്മൾ ആരെ മറക്കുകയാണ്? ദൈവത്തെ മറക്കുകയാണ്. അപ്പോ പ്രാർത്ഥനയിലൂടെ ഒരു ജീവിതം, പ്രാർത്ഥന കൊണ്ട് നമുക്ക് ഒരിക്കലും നഷ്ടമുണ്ടാകില്ല. അതിന് ഉത്തമ ഉദാഹരണമാണ്. കാരണം നമുക്ക് പ്രാർത്ഥന, വിദ്യാഭ്യാസ കാലഘട്ടത്തിൽ പ്രാർത്ഥനയിലൂടെ ഒരു ജീവിതം. എന്റെ ജീവിതത്തിൽ ഞാൻ പറയുകയാണെങ്കിൽ പറയാതിരിക്കാൻ എനിക്ക് തോന്നില്ല. കാരണം അച്ഛൻ കുറെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. വിദ്യാഭ്യാസം എന്ന് പറയുന്നത് ശരിക്കും ഞാൻ പറയുമ്പോൾ അപ്പയമ്മ ഓർക്കുകയാണ്. കാരണം അവര് നമുക്ക് നൽകിയ ഒരു സപ്പോർട്ട്. ഞാൻ ഒരിക്കലും കൊച്ചു കുഞ്ഞുങ്ങളോട് പറയാൻ ആവശ്യപ്പെടുന്ന ഒരു കാര്യം, നിങ്ങൾക്ക് നൽകാൻ കഴിയുന്ന, നിങ്ങളുടെ പാരന്റ്സിനായിട്ട് നിങ്ങൾക്ക് നൽകാൻ കഴിയുന്ന ഒരേ ഒരു കാര്യം എന്നത് പഠിക്കുക. അത് മാത്രമേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. പഠിക്കുക. ഈ ഒരു കാലഘട്ടത്തിൽ നിന്ന് ജനങ്ങളിപ്പോ അധ്വാനിക്കുന്നില്ല, മറ്റു കാര്യങ്ങളൊന്നും ചെയ്യില്ല. നമ്മൾ ചെയ്യുന്ന ഒരേ ഒരു കാര്യം എന്താണ്? പഠനം. അത് നമ്മൾ പഠിച്ച് ഉന്നത നിലയിൽ എത്തുമ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ വളർത്തി വലുതാക്കിയ മാതാപിതാക്കളെ സന്തോഷിക്കും. എന്റെ ജീവിതത്തില് വിദ്യാഭ്യാസം എന്ന് പറയുന്നത് ശരിക്കും 10ാം ക്ലാസ്സിൽ ഞാൻ വളരെ പരാജയപ്പെട്ടതല്ല, ബാക്കിൽ നിന്നൊരു കുട്ടിയായിരുന്നു. ആ സമയത്ത് എല്ലാവരും പാരന്റ്സ് എല്ലാവരും പ്രോത്സാഹനം. പക്ഷെ പഠനം എന്താണെന്ന് മനസ്സിലാക്കാൻ ഞാൻ അല്പം വൈകിപ്പോയി. പഠിക്കാൻ നല്ല കഴിവ് ദൈവം തന്നു, പക്ഷെ പ്രയോജനപ്പെടുത്തിയില്ല. ആ ഒരു തോൽവി തന്നെ പരാജയപ്പെട്ടു എന്നല്ല, ആ ഒരു പുറകിലോട്ട് വന്നൊരു അവസ്ഥ. അതിൽ നിന്നുകൊണ്ടാണ് ഞാൻ മനസ്സിലാക്കിയത്, ഇതെല്ലാം എനിക്ക് ദൈവം കഴിവ് തന്നു. പ്രാർത്ഥനയിലോടുകൂടി ദൈവത്തെ സമീപിച്ചാൽ ഉന്നത വിജയത്തിൽ എത്തിച്ചേരാൻ സാധിക്കുമെന്ന് ഞാൻ മനസ്സിലാക്കി. അതിനുശേഷം എനിക്ക് പറയാതിരിക്കാൻ പറ്റില്ല. കാരണം +2 ഞാൻ സ്കൂൾ ഫസ്റ്റ് നേടി. കേരള യൂണിവേഴ്സിറ്റി ഡിഗ്രിക്ക് MA-ക്ക് ഒക്കെ റാങ്ക് നേടി. അത് കഴിഞ്ഞിട്ട് നെറ്റ് എഴുതിയപ്പോൾ നമുക്കറിയാം, ഒരു നെറ്റ് എന്നൊക്കെ പറയുമ്പോൾ ക്വാളിഫൈഡ് നമുക്ക് അറിയാം, പഠിക്കുന്നവർക്കറിയാം. നമുക്കൊരു കോച്ചിങ് സെന്ററിൽ പോകാൻ നമുക്ക് ഒരിക്കലും നേടിയെടുക്കാൻ സാധിക്കില്ല. പക്ഷെ എന്റെ ഒരു അനുഭവം എന്ന് പറയുന്നത് ബൈബിൾ അടുത്ത് വെച്ച് പ്രാർത്ഥിച്ച് പഠിച്ചു. അത്രയേ ഉള്ളൂ. പുസ്തകങ്ങൾ എടുത്ത്, ലൈബ്രറിയിൽ നിന്ന് പുസ്തകം എടുത്ത് വായിച്ചു, സ്വന്തമായിട്ട് നോട്ട് പ്രിപ്പയർ ചെയ്ത് പഠിച്ചു. അതാണ് എന്റെ അനുഭവം. പക്ഷെ അവിടെ വിജയം എന്ന് പറയുന്നത് ആ നെറ്റ് മാത്രമല്ല, JRF എന്ന് വെച്ചാൽ ജൂനിയർ റിസർച്ച് ഫെലോഷിപ്പാണ്. നമ്മൾ റിസർച്ച് ചെയ്യുമ്പോൾ നമുക്ക് ഫെലോഷിപ്പോട് കൂടി ചെയ്യാൻ സാധിക്കും. അങ്ങനെ ആ ഒരു വിജയം നേടുന്നത് എന്റെ ദൈവമാണ്, മറ്റാരുമല്ല. വിശ്വാസത്തിലൂന്നിയ ഒരു പഠനമായിരുന്നു എനിക്കാണ് ഉണ്ടായത്. അത് കഴിഞ്ഞ ശേഷം പിന്നീട് റിസർച്ചായ സമയത്ത് എന്റെ ഗൈഡ് എന്റെ പറഞ്ഞ ആദ്യത്തെ ഒരു കാര്യം എന്ന് പറയുന്നത്, എനിക്ക് കഴിവുണ്ട്. കാരണം ഞാൻ JRF നേടിയ കുട്ടിയാണ്, എന്റെ ഭാഗത്ത് ഒരു സപ്പോർട്ട് ഉണ്ടാകുമെന്ന് ആദ്യമേ പറഞ്ഞു. ഞാൻ ആദ്യം പറഞ്ഞു, കാരണം എനിക്ക് റിസർച്ച് എന്താണെന്ന് കൂടി എനിക്കറിയില്ല. ഒരു താല്പര്യത്തിൽ ഞാൻ റിസർച്ചിലോട്ട് പോയതാണ്. പക്ഷെ അവിടെ ഒരു കാര്യം ഞാൻ അവസാനം ഓപ്പൺ ഡിഫൻസ് ദിവസം മനസ്സിലാക്കിയ ഒരു കാര്യം എന്ന് പറയുന്നത്, സാറിന് ഒരു സപ്പോർട്ടാണ്. ചാപ്റ്റർ ഡിവിഷൻ വരെ ദൈവത്തിൽ ആശ്രയിച്ചിട്ടുണ്ട്. കാരണം എന്റെ ഹസ്ബൻഡിനൊക്കെ അറിയാം, ഹസ്ബൻഡ് അന്ന് എറണാകുളത്തായിരുന്നു. ആ സമയത്ത് വരുന്ന ദിവസം പോലും ഞാൻ ഇവിടെ എഴുത്തായിരിക്കും. കാരണം എനിക്ക് ടെൻഷനാണ്. ടെൻഷൻ ചെയ്യുന്നതുകൊണ്ടല്ല, നമുക്ക് എഴുതി ഒരു സപ്പോർട്ട് ചെയ്യാൻ പോലും ആരുമില്ലാത്തൊരവസ്ഥ, ഗൈഡ് സപ്പോർട്ട് ചെയ്യാത്ത അവസ്ഥ. പക്ഷെ ഞാൻ അവസാനം ഓപ്പൺ ഡിഫൻസ് ദിവസം മനസ്സിലാക്കിയ ഒരു കാര്യം എന്ന് പറയുന്നത്, അന്ന് സാർ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ എനിക്ക് ഒരിക്കലും നന്നായിട്ട് പ്രസന്റ് ചെയ്യാൻ സാധിക്കില്ലായിരുന്നു. കാരണം ഏതൊരു ചോദ്യം വന്നപ്പോഴും അതിനെ വളരെ കൂളായിട്ട് എനിക്ക് അറ്റൻഡ് ചെയ്യാൻ സാധിച്ചു. അപ്പൊ അതൊരു നമ്മളെ അതിലേക്ക് നയിക്കുന്ന ഒരു വിശ്വാസമാണ്. നമ്മുടെ സാറ് എനിക്ക് ആദ്യം ഒരു സങ്കടമൊക്കെ തോന്നി. പക്ഷെ എങ്കിലും നമ്മൾ അതിനോട് നയിച്ച സാറിന്റെ വിശ്വാസമാണ്, സാറിന്റെ സ്നേഹമാണ്.
അതുപോലെ തന്നെയാണ് നമ്മുടെ ദൈവം. എനിക്ക് അതിനുശേഷം ജോലിക്കായിട്ട് പോലും ഒരു PSC കോച്ചിങ് സെന്ററിൽ ഞാൻ പോയില്ല, ഒരിടത്തും പോയില്ല. സ്വന്തമായിട്ട് വീട്ടിൽ ഇരുന്ന് നോട്ട് പ്രിപ്പയർ ചെയ്ത് ദൈവത്തോട് പ്രാർത്ഥിച്ച് നേടിയ വിജയമാണ്. അപ്പൊ ഞാൻ നിങ്ങളോട് പറഞ്ഞു, ഒരിടത്തും പോകണമെന്ന് IAS നേടിയ നമ്മുടെ നാട്ടിലെ നമുക്കറിയാം അല്ലെ, എന്തുമാത്രം സാമ്പത്തിക പ്രതിസന്ധിയിൽ നിന്ന് ഉയർന്ന ഒരു പെൺകുട്ടിയാണ്. അപ്പൊ നമുക്ക് വിജയത്തിന് പ്രതിസന്ധികൾ ഒന്നുമുണ്ട്. ആ പ്രതിസന്ധികൾ നമ്മൾ എന്ത് ചെയ്യുക? സന്തോഷത്തോടുകൂടി തരണം ചെയ്യുക. അപ്പൊ ആ ഒരു പാഠമാണ് നമ്മുടെ കുഞ്ഞുങ്ങൾക്കായിട്ട് നമ്മൾ പകർന്നു കൊടുക്കേണ്ടത്. നമ്മുടെ ജീവിതത്തിൽ പ്രതിസന്ധികൾ ഉണ്ടാകുമ്പോൾ ആ പ്രതിസന്ധികളെ തരണം ചെയ്യാനുള്ള കഴിവ് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് നമ്മൾ പകർന്നു കൊടുക്കും. ജിറാഫ് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും, ജിറാഫ് മൃഗശാലയിൽ നമ്മൾ കണ്ടിട്ടുണ്ടായിരിക്കും. അതിന് പ്രത്യേകതയുണ്ട്. നമ്മുടെ കേരളത്തിലുള്ള അമ്മയ്ക്കൊരു പ്രത്യേകതയുണ്ട്. കുഞ്ഞുങ്ങൾ എത്ര വളർന്നാലും അവർ നമ്മൾ എന്ത് ചെയ്യും? ഇങ്ങനെ പൊതിഞ്ഞു കൊണ്ട് നടക്കും. ആ ഒരു സ്വഭാവം നമ്മുടെ അമ്മമാർക്കുണ്ട്. പക്ഷെ വിദേശത്തുള്ള അമ്മമാർക്ക് നമ്മൾ സ്നേഹം ഒപ്പത്തിലാണ്. കാരണം അവരെ ഒരു പ്രായം കഴിഞ്ഞാൽ സ്വാതന്ത്ര്യത്തോടെ വിടും അല്ലെ. ഈ ജിറാഫിന്റെ ജീവിതം അങ്ങനെയാണ്. അതായത് പ്രസവിച്ചു കഴിഞ്ഞാൽ ആ കുഞ്ഞ് നേരെ അമ്മയുടെ അരികിലേക്ക് പോകുന്നത് അതിന് പുറംകാല് കൊണ്ട് തട്ടി നീക്കുന്ന ഒരു സ്വഭാവമാണ് ആർക്കുള്ളത്? ജിറാഫിനുള്ളത്. കാരണം വേറെ കൊണ്ടല്ല, തട്ടി നീക്കുന്ന സ്നേഹം കുറവുകൊണ്ടല്ല, ആ കുഞ്ഞിനുണ്ടാകുന്ന പ്രതിസന്ധി തരണം ചെയ്തുകൊണ്ട് അവൻ എന്ത് ചെയ്യണം? മുന്നോട്ട് വരണം. അപ്പൊ അവൻ ആദ്യം വീഴും, തട്ടി നീക്കുന്ന സമയത്ത് അവൻ ആ കുഞ്ഞ് വീഴും. പക്ഷെ പതിയെ വീഴും, എഴുന്നേക്കും, പിന്നെ നടക്കും, പിന്നെ ഓടും. അപ്പോ നമ്മുടെ ജീവിതത്തിൽ കുഞ്ഞുങ്ങൾക്ക് പകർന്നു കൊടുക്കേണ്ടത് പ്രതിസന്ധികൾ ഉണ്ടാകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? അതിന് തരണം ചെയ്യാനുള്ള ഒരു ബാലപാഠം നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് പകർന്നു കൊടുക്കുക. നമുക്കറിയാം, ആത്മഹത്യകൾ ഒരുപാട് കൂടുന്ന ഒരു കാലഘട്ടമാണ് അല്ലെ. സാമ്പത്തിക പ്രതിസന്ധികൾ വരുമ്പോൾ മറ്റൊന്നും ചിന്തിക്കാതെ നമ്മൾ നേരെ ചിന്തിക്കുന്നത് എന്താണ്? ഒന്ന് ആത്മഹത്യ ചെയ്യുക. എന്റെ ഒരു ബന്ധു ഇതുപോലെ തന്നെ സാമ്പത്തികമായി നല്ല ഉയർന്ന നിലയിലായിരുന്നു. പക്ഷെ ബിസിനസ് തകർന്നിട്ട് സാമ്പത്തികമായിട്ട് പിന്നോക്കം പോയി. 2 മക്കളാണ്, ഒരാളും ഒരു പെണ്ണ്. അപ്പൊ അവര് ഒരു കാലത്ത് അവർ ചിന്തിച്ചു എന്ത് ചെയ്യാം? ആത്മഹത്യ ചെയ്യാം. കാരണം വേറെ ഒന്നും പറഞ്ഞില്ല, കടബാധ്യത കൊണ്ട് അമരപ്പെടുകയാണ്, ആത്മഹത്യ ചെയ്യാറ്. പക്ഷെ ഒരു നിമിഷം ആ ആന്റിയുടെ മനസ്സിൽ തോന്നിയ ഒരു കാര്യം, ഞങ്ങൾ ഇന്ന് ആത്മഹത്യ ചെയ്താൽ ഈ കുഞ്ഞുങ്ങൾ എന്ത് ചെയ്യും? അനാഥരാകും, ആരുമില്ലാത്ത അവസ്ഥയിലാണ്. അപ്പൊ അവരെ നന്നായിട്ട് പോറ്റി പുലർത്തണമെങ്കിൽ നമ്മൾ തന്നെ വേണം, നമ്മൾ ജീവിച്ചിരിക്കണം. അവരുടെ ദൃഢനിശ്ചയവും അവരുടെ പ്രാർത്ഥനയും വിശ്വാസവും കൊണ്ട് അവര് ജീവിതത്തിൽ മുന്നേറി. അത് എങ്ങനെയാണ് തിരുവചനം പഠിപ്പിക്കുന്നത്? നമ്മൾ എന്താണ്? വീട് പണിയുന്നത് ആരാണ്? സ്ത്രീയാണ് അല്ലെ. ഒരു സ്ത്രീക്ക് തന്റെ സ്വന്തം ഭവനത്തെ പണിയുവാനും കുറിച്ചു കഴിയാനായിട്ട് സാധിക്കും. അപ്പോ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ട ഒരു പാഠമാണ്, പ്രതിസന്ധികൾ ജീവിതത്തിൽ ഉണ്ടാകും. പക്ഷെ നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല? പതറിപ്പോകാനായിട്ട് പാടില്ല. അപ്പൊ ഈ കുടുംബകാലത്തിൽ നമ്മൾ ഇനിയുള്ള ദിവസങ്ങളിൽ നമ്മൾ ചിന്തിക്കേണ്ട കാര്യം, നമ്മുടെ എല്ലാവരുടെ ജീവിതത്തിൽ കഷ്ടമില്ലാത്ത ജീവിതമുണ്ടോ? ഇല്ല. രോഗമില്ലാത്ത ജീവിതമുണ്ടോ? നമ്മൾ ഈ പറയാറില്ല, പൊട്ടക്കിണറ്റിലെ തവളകൾ എന്ന് പറയാറില്ല. അതായത് നമ്മൾ ജീവിക്കുന്ന ഇടം മാത്രം നമ്മൾ നോക്കുമ്പോൾ, നമ്മുടെ ഭവനം മാത്രം നമ്മൾ നോക്കുമ്പോൾ, നമ്മൾ നമ്മിലേക്ക് മാത്രം ഇറങ്ങി വരുമ്പോൾ നമ്മൾ ചിന്തിക്കും എനിക്കുള്ളതാണ് ഏറ്റവും വലിയ മഹാരോഗം അല്ലേ. നമ്മൾ പുറത്തിറങ്ങി നോക്കും, ഒന്നും വേണ്ട. നമുക്കറിയാം, ക്യാൻസർ പേഷ്യൻസ്, ക്യാൻസർ അല്ലെങ്കിൽ ഒന്ന് മെഡിക്കൽ കോളേജിൽ നമ്മൾ പോയി നോക്കിയാൽ മതി. അവരുടെ അവസ്ഥ കാണുമ്പോൾ നമ്മുടെ അവസ്ഥകളൊന്നുമില്ല എന്ന് നമ്മൾ ചിന്തിക്കും അല്ലേ. അപ്പൊ നമ്മൾ ആ ഒരു വിശ്വാസം, നമുക്ക് ദൈവം നൽകുന്ന വിശ്വാസത്തിൽ ഊന്നിക്കൊണ്ടുകൊണ്ട് നമ്മൾ മുന്നോട്ട് നീങ്ങാനായിട്ട് ശ്രദ്ധിക്കുക. ആ ഒരു ബാലപാഠം തന്നെയാണ് കുഞ്ഞുങ്ങൾക്ക് പകർന്നു കൊടുക്കുക. പ്രതിസന്ധികൾ ഉണ്ടാകും, ആ പ്രതിസന്ധികൾ എന്ത് ചെയ്യുക? തരണം ചെയ്യുക. നമ്മൾ എന്താ കുട്ടി IAS റാങ്ക് ചെയ്താവും അല്ലെ. അവിടെ ജീവിതത്തില് അച്ഛന്റെ ഇന്റർവ്യൂ കണ്ടപ്പോ എനിക്ക് സത്യം പറയാം കരച്ചിൽ വന്നു. കാരണം ആ വ്യക്തിയെ സംബന്ധിച്ച് അദ്ദേഹം പറയുന്നത് ചെയ്യാത്ത ചോദ്യങ്ങളൊന്നുമില്ല അല്ലെ. അപ്പോ ആ സമയത്ത് അടുത്ത് നിന്നുകൊണ്ടാണ് അവൾ ഉമ്മ കൊടുക്കുകയാണ് അച്ഛന്. കാരണം അത്രമാത്രം നമുക്കൊരു ഫീൽ പോകുന്ന വിധത്തിലുള്ള ഒരു പറച്ചിലായി ആ കുഞ്ഞിൻ്റെതും അതുപോലെ തന്നെ അച്ഛൻ്റെയും അമ്മയുടെയും. അപ്പൊ ഒരു കുടുംബത്തിൽ ഒരു സന്തോഷം കൊണ്ടുവരാനായിട്ട് ഒരു കുഞ്ഞ് മാത്രം വിചാരിച്ചാൽ മതി അല്ലെ. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ ഒരു കുടുംബത്തെ നമ്മുടെ സഭ സന്തോഷിക്കുക എന്ന് പറയുന്നത് തീർച്ചയായിട്ടും നമ്മുടെ കുടുംബങ്ങൾ സന്തോഷിക്കുമ്പോൾ, കുടുംബങ്ങൾ സ്നേഹത്തിലായിരിക്കുമ്പോൾ, വിശ്വാസത്തിൽ ആയിരിക്കുമ്പോൾ നമ്മുടെ സഭ എന്ത് ചെയ്യും? സന്തോഷിക്കും. തീർച്ചയായിട്ടും ഈ ഒരു സഭ എന്ന് പറയുന്നത് സന്തോഷമുള്ള, കാരണം എല്ലാവരുടെ മുഖത്തും പ്രസന്നതയുണ്ട്, എല്ലാവരുടെ മുഖത്തും ഒരു പ്രസന്നതയുണ്ട്. അപ്പോൾ ഒരു കാര്യം മനസ്സിലാക്കാം, ഈ സഭയിലെ എല്ലാ കുടുംബങ്ങളും എന്താണ്? സന്തോഷത്തിലൂന്നിയ അല്ലെങ്കിൽ വിശ്വാസത്തിലൂന്നിയ കുടുംബങ്ങളാണ് അല്ലെ. അപ്പൊ അത്തരത്തിൽ നമ്മൾ എന്ത് ചെയ്യുക? കുഞ്ഞുങ്ങൾക്ക് പറഞ്ഞു കൊടുക്കേണ്ട കാര്യം നമ്മൾ എന്ത് ചെയ്യുക? പറഞ്ഞു കൊടുക്കുക. അടുത്ത കാര്യം പറയുന്നത് എല്ലാവരും സമന്മാരാണ്. സങ്കീർത്തനങ്ങളുടെ പുസ്തകം 133
അല്ലെ? സഭയില് സഹോദരിമാർ, അല്ലെ? സഹോദരന്മാർ. വീട്ടിലെ ഒരു അമ്മയുടെ ഉദരത്തിൽ ജനിച്ചവരല്ല സഹോദരന്മാർ, അല്ലെ? നമ്മുടെ ചുറ്റുപാടുകൾ എല്ലാവരും സഹോദരന്മാരാണ്. അപ്പൊ അവർ ഒരുമിച്ച് ഒരു ആലയത്തിലായിരിക്കുമ്പോൾ ആര് സന്തോഷിക്കും? സ്വർഗത്തിലുള്ള ദൈവം സന്തോഷിക്കും. അത് ഒരു മാറ്റവുമില്ല, അല്ലെ? അതുപോലെ തന്നെ ഗലാത്യരുടെ പുസ്തകം 3-ാം അധ്യായം 28-ാം പ്രകാരം പറയുന്നു, നിങ്ങൾ എല്ലാവരും ക്രിസ്തുയേശുവിൽ ഒന്നത്രേ, അല്ലെ? നമുക്ക് ദൈവത്തിന്റെ മുമ്പിൽ വലിപ്പച്ചെറുപ്പമില്ല, നിറവ്യത്യാസമില്ല, അല്ലെ? ഒരു വ്യത്യാസവുമില്ല. ദൈവത്തിന്റെ മുമ്പിൽ നമ്മളെല്ലാം എന്താണ്? ഒന്നാണ്, ഒരു മാറ്റവുമില്ല. അപ്പൊ ആ ഒരു പാഠം തന്നെയാണ് നമ്മുടെ കുഞ്ഞുങ്ങളിലും, അല്ലെ? നമ്മുടെ അടുത്തിരിക്കുന്ന നമ്മുടെ ഒരു കാലഘട്ടത്തില് കേരളത്തിന്റെ അവസ്ഥയൊക്കെ ഭയങ്കര പരിതാപകരമായിരുന്നു, അല്ലെ? ജാതിയുടെ മതത്തിന്റെ പേരില് വേർതിരിക്കപ്പെട്ട ഒരവസ്ഥ, നമ്മളൊക്കെ അകറ്റി നിർത്തപ്പെട്ട ഒരവസ്ഥയായിരുന്നു, അല്ലെ? ഒരു കാലഘട്ടം. അതിൽ നല്ല നമ്മളെന്താണ്? സ്വതന്ത്രരായി, സ്ത്രീകൾ സ്വതന്ത്രരായി, സ്ത്രീകൾക്ക് എവിടെയും പോകാം, എവിടെയും സഞ്ചരിക്കാം, എന്ത് ജോലിയും ചെയ്യാം. ആ വിധത്തിൽ നമ്മളെല്ലാവരും മാറ്റപ്പെട്ടു, അല്ലെ? അപ്പൊ ഇതിനൊക്കെ നമ്മള് നന്ദി പറയേണ്ട ആർക്കാണ്? ദൈവത്തിന്, അല്ലെ? ദൈവം നമ്മെ എന്ത് ചെയ്തു? പോറ്റി പുലർത്തി വഴി നടത്തി, ഇന്നും വഴി നടത്തിക്കൊണ്ട്, ഇന്നും നമ്മുടെ ദൈവം നമ്മെ എന്ത് ചെയ്യാണ്? വഴി നടത്തിക്കൊണ്ട് ഇരിക്കുക. അപ്പോ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ട ഒരു കാര്യം, പ്രതിസന്ധികൾ ഉണ്ടാകാം, അതുപോലെ ആ പ്രതിസന്ധികൾ തരണം ചെയ്യാനായിട്ട് എന്ത് ചെയ്യുക? ശ്രദ്ധിക്കുക. പിന്നെ അതുപോലെ എന്താണ്? എല്ലാവരും ഒന്നാണെന്നുള്ള ഒരു ചിന്ത പറഞ്ഞു കൊടുക്കുക. പിന്നെ അതുപോലെ കുടുംബം എന്ന് പറയുന്നത് തുറന്നു പറച്ചിന്റെ ഒരു രീതിയാണ്. ഞാൻ നേരത്തെ പറഞ്ഞു, നമ്മൾ പണ്ട് ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കും. ഇപ്പൊ എത്ര കുടുംബമാണ് ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്നത്? കഴിക്കുമോ? ഇല്ല. കാരണം നമ്മളെല്ലാം തിരക്ക് പിടിച്ച ജീവിതമാണ്, അല്ലെ? എല്ലാവരും തിരക്ക് പിടിച്ച ജീവിതമാണ്, ആർക്കും സമയമില്ല. പിന്നെ അഥവാ ഇനി സമയം ഉണ്ടെങ്കിൽ പോലും എന്താണ്? ഒരാളുടെ കയ്യിൽ മൊബൈലായിരിക്കും, ഒരാളുടെ മുമ്പില് TV ആയിരിക്കും, അല്ലെ? അപ്പൊ നമ്മൾ അങ്ങനെ ഒരു കാലഘട്ടത്തിലാണ്. നമ്മൾ ആരെയും കുറ്റപ്പെട്ട് കാര്യമില്ല, പക്ഷെ നമ്മളായിട്ട് ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാനാണ്. നമ്മുടെ കുഞ്ഞുങ്ങൾ വഴിതെറ്റി പോകുമ്പോൾ തീർച്ചയായിട്ടും അതിലൊരു പങ്ക് നമ്മുടെ പാരന്റ്സ് ഉണ്ട്, ഒരു മാറ്റമില്ല, നമ്മുടെ രക്ഷാകർത്താക്കൾക്ക് ഉണ്ട്. കാരണം എന്തുകൊണ്ടാണ്? ഈ പറഞ്ഞ പോലെ ഒരുമിച്ച് ഒരു അമ്മ തന്റെ കുഞ്ഞിനെയും തന്റെ ഭർത്താവിനെ ഒരുമിച്ചിരുത്തി ഭക്ഷണം കഴിക്കാനായിട്ട് ശ്രമിക്കുമ്പോൾ ആ കുടുംബ സന്തോഷത്തിലോട്ട് വരും, വിശ്വാസത്തോടെ ഒരു കുടുംബമായിട്ട് മാറും. അപ്പൊ ആ ഒരു വിശ്വാസത്തെ നമ്മൾ എന്ത് ചെയ്യുക? മുന്നോട്ട് പോകാനായിട്ട് ശ്രദ്ധിക്കുക. സദൃശവാക്യങ്ങളുടെ പുസ്തകം 12-ാം അധ്യായത്തിൽ 4-ാം വാക്യം പ്രകാരം പറയുന്നു, സാമർത്ഥ്യമുള്ള സ്ത്രീ ഭർത്താവിന്റെ കിരീടം, നാണക്കെട്ടോളോ അവന്റെ അസ്ഥികൾക്ക് ദ്രവത്വം. സദൃശവാക്യങ്ങളുടെ പുസ്തകം 14:1 പ്രകാരം പറയുന്നു, സ്ത്രീകളിൽ ജ്ഞാനമായവൾ തന്റെ വീട് പണിയുന്നു, ദോഷത്വമുള്ളവരോ അത് തന്റെ സ്വന്തം കൈകളാൽ പൊളിച്ചു കളയുന്നു, അല്ലേ? അപ്പോ വചനം തന്നെ പറയുന്നത് ഒരു കുടുംബത്തെ കുടുംബമാക്കുന്നതും കുടുംബത്തെ നാശത്തിലേക്ക് കൊണ്ടുവരുന്ന ആര് തന്നെയാണ്? സ്ത്രീകൾ തന്നെയാണ്. അപ്പൊ നമ്മുടെ കുടുംബത്തെ മനോഹരമാക്കണം, നമ്മുടെ കുടുംബത്തെ ഐശ്വര്യമുള്ളതാക്കണമെങ്കിൽ, അല്ലെങ്കിൽ വിശ്വാസത്തിലൂന്നിയ കുടുംബമാണെങ്കിൽ കുടുംബ പ്രാർത്ഥനയ്ക്ക് നമ്മൾ പ്രാർത്ഥന കൊടുക്കുക. കൊച്ചു കുഞ്ഞുങ്ങൾ കൊച്ചു പ്രായത്തിലാണ് വചന ചിന്തയിലോട്ട് കൊണ്ടുപോകുക. അങ്ങനെയാണെങ്കിൽ അവർ ഒരിക്കലും ഒരിടത്തും തോൽക്കില്ല, ഒരിടത്തും തോൽക്കില്ല. എന്റെ വീട്ടിൽ ഈ ബൈബിൾ എന്ന് പറയുന്നത് സൺഡേ സ്കൂളിന് നമുക്കറിയാം പരീക്ഷ നടത്തും. നമ്മുടെ CSI ഇവിടെ ഉണ്ടായിരിക്കും, പരീക്ഷ നടത്താറുണ്ട്. പരീക്ഷ നടത്തുമ്പോൾ അതിന് 85% മാർക്ക് കൂടുതലുണ്ടെങ്കിലും എന്ത് ചെയ്യും? ബൈബിൾ കിട്ടും, അടങ്ങിയ ബൈബിള്. അപ്പൊ ഇത് ഒരു ദിവസം എന്റെ കയ്യിൽ നിന്ന് ഒരാളെ കൂടെ ചോദിച്ചു, ഇത് സൺഡേ സ്കൂളിൽ കിട്ടിയ ബൈബിൾ അല്ലേന്ന് ചോദിച്ചു. ഞാൻ ആണെന്ന് പറഞ്ഞു. അപ്പൊ എന്റെ അടുത്തുള്ള കാര്യം പറഞ്ഞാൽ, ഇത് കിട്ടിയ ഒരു വ്യക്തി ഇത് ചെയ്തിട്ടില്ല, പരാജയപ്പെട്ടു പോയിട്ടില്ല. കാരണം നമ്മള് ദൈവത്തിന്റെ വചനം നമ്മൾ പഠിക്കാനായിട്ട് സമയം വേർതിരിക്കുകയാണെങ്കിൽ നമുക്ക് ഒരിക്കലും ഒരിടത്തും പരാജയപ്പെടാനായിട്ട് പറ്റില്ല. നമ്മുടെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാകാം, പ്രതിസന്ധികൾ ഉണ്ടായിരിക്കാം, പക്ഷെ നമ്മൾ എന്ത് ചെയ്യുക? ആ വിശ്വാസത്തിൽ നമ്മൾ എന്ത് ചെയ്യും? മുന്നോട്ട് പോകുക. അബ്രഹാമിന്റെ ജീവിതമായിരുന്നു, അല്ലെ? വിശ്വാസത്തിൽ ഊന്നിയ ഒരു ജീവിതം. അപ്പൊ അത്തരത്തിലുള്ള ജീവിതമാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? നേടിയെടുക്കാനായിട്ട് ശ്രദ്ധിക്കേണ്ടത്. നിങ്ങൾക്കറിയാം, മലയാള സാഹിത്യത്തിലെ മാധവിക്കുട്ടി എന്ന് പറഞ്ഞൊരു എഴുത്തുകാരിയുണ്ട്. നെയ്പായസം പഠിച്ചിട്ടുണ്ടായിരിക്കാം. പഠിച്ചിട്ടുണ്ടോ കൊച്ചുകുട്ടികള്? ഉണ്ടോ? ഇല്ല. അപ്പൊ അവിടെ നെയ്പായസം എന്ന് പറയുന്നത് ഒരു അമ്മയുടെ എന്താണ് കയ്യിൽ നിന്ന് നൽകിയ നെയ്പായസം. അതായത് അമ്മ, നമുക്കറിയാം അമ്മ എന്ന് പറയുന്നത് വീട്ടിലെല്ലാ ജോലികളും ചെയ്ത് ശമ്പളമില്ലാതെ ജോലി ചെയ്യുന്ന അമ്മമാർ, വീട്ടിലെ ജോലിയിൽ ഒരിക്കലും നമ്മൾ ശമ്പളം ചോദിക്കാറില്ല. പക്ഷെ അവിടെ എന്താണ്? ആ അമ്മ തന്റെ കുഞ്ഞുങ്ങൾക്കായിട്ട് എല്ലാ ഭക്ഷണവും ഉണ്ടാക്കി വെച്ചിട്ട് അവസാനം ഉണ്ടാക്കുന്നത് നെയ്പായസമായിരുന്നു. നെയ്പായസം ഉണ്ടാക്കി കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്നു. ആ അമ്മ എന്ത് ചെയ്യുന്നു? അടുക്കളയിൽ വീട് കിടക്കുകയാണ്. പക്ഷെ കുഞ്ഞുങ്ങൾക്ക് അറിയുന്നില്ല. കുഞ്ഞുങ്ങൾ അവിടെ കളിയിലും
കാര്യങ്ങളിലായി പോയി, അവരറിയുന്നില്ല. ഈ അമ്മയുടെ ഭർത്താവ് വരുന്ന സമയത്ത് ഈ അമ്മ അവിടെ കിടക്കുന്നത് കാണുന്നു. അച്ഛൻ നോക്കുന്ന സമയത്താണ് അവര് മരിച്ചുപോയി അല്ലെ. അവരെ താങ്ങിയെടുത്തു ആശുപത്രിയിൽ കൊണ്ടുപോകുന്ന സമയത്തും ഈ കുഞ്ഞുങ്ങൾ അറിയുന്നില്ല എന്താണ് തന്റെ അമ്മ മരിച്ചുപോയി. അപ്പൊ പലപ്പോഴും എന്താണ് ഭാരങ്ങൾ പേര് മുന്നോട്ട് പോകുമ്പോഴും എന്താണ് ഒരു ഓർമ്മയുടെ അറകളിലേക്ക് പോകുമ്പോഴും ആ അമ്മ അല്ലെ, അമ്മ എന്ന് പറയും നമുക്കറിയാം, നഷ്ടപ്പെടുമ്പോഴേ നമ്മുടെ അമ്മയുടെ മഹത്വം മനസ്സിലാക്കിയുള്ളൂ അല്ലെ. ശരിക്കും നമുക്ക് അമ്മായി നമ്മളിപ്പോ ഒരു ആഹാരം പാകം ചെയ്ത് കൊടുക്കുമ്പോൾ കുഞ്ഞുങ്ങൾ എന്ത് പറയും, എനിക്ക് എന്നും ഇഡലിയോ എന്നും ദോശയോ എന്നും പുട്ടോ എന്നൊക്കെ പറഞ്ഞ് ചോദിക്കും അല്ലെ. കുറെ കഴിയുമ്പോൾ സ്വന്തമായിട്ട് പാചകം ചെയ്ത് കഴിക്കുമ്പോഴാണ് എന്താണ് അതിന്റെ ബുദ്ധിമുട്ടെന്ന് മനസ്സിലാക്കുന്നത്. അമ്മ ഈ ലോകത്ത് മറയുമ്പോഴാണ് ശരിക്കും അമ്മയുടെ എന്താണ് നമ്മുടെ സാമീപ്യം നമ്മൾ മനസ്സിലാക്കുന്നത്. അതുപോലെ തന്നെ ഒരു കുടുംബത്തിൽ പിതാവ് എന്ന് പറയുന്നത് തന്നെയാണ് കുടുംബത്തിന്റെ നട്ടെല്ലാണ്. നമ്മളത് മനസ്സിലാക്കുക. കാരണം ഒരു കുടുംബത്തെ മുന്നോട്ട് നയിക്കുന്നത് തീർച്ചയായിട്ടും നമ്മുടെ കുടുംബത്തിലെ നായകന്മാർ തന്നെയാണ്. അപ്പൊ അவ்விധത്തിൽ നമ്മുടെ അപ്പനും അമ്മയും മക്കളും ഒരുമിച്ച് ചേർന്ന് സന്തോഷത്തോടെ മുന്നോട്ട് പോകുമ്പോൾ ആ കുടുംബം എങ്ങനെയുള്ള കുടുംബമായിട്ട് മാറും? സ്നേഹമുള്ള കുടുംബം, അല്ലെ വിശ്വാസത്തിലൂന്നിയ ഒരു കുടുംബമായിട്ട് മാറും. അപ്പൊ നമ്മുടെ സഭയില്, നമ്മുടെ ഈ സഭ കൊച്ചു സഭയാണ്, പക്ഷെ എന്താണ് ഒരു ഐശ്വര്യമുള്ള സഭയാണ്. ഈ സഭയില് ദൈവത്തിന്റെ കൃപ അല്ലെ, കുടുംബങ്ങളിൽ നമ്മൾ അനുഭവിക്കുന്ന ദൈവിക സാന്നിധ്യം തീർച്ചയായിട്ടും ഈ സഭയിൽ അനുഭവിക്കുന്ന കാര്യത്തിൽ യാതൊരുവിധ സംശയമില്ല. ഒരു കാര്യം കൂടെ പറയാം. നമ്മുടെ മലയാള സാഹിത്യത്തിൽ ഒരു കവിയുണ്ട്, കുഞ്ഞുണ്ണി മാഷ്. കുഞ്ഞുണ്ണി മാഷിന്റെ പ്രത്യേകത നമ്മുടെ ചെറിയ ചെറിയ കവിതകളായിരിക്കും, ചിലപ്പോൾ 2 വരിയായിരിക്കും, പക്ഷെ ആശയ സമ്പുഷ്ടമായിരിക്കും. അദ്ദേഹം പാടിയ ഒരു കവിത ഇതാണ്: കൂടെ പൊറുക്കാൻ കൂടെ കൂടെ പൊറുക്കുക, കൂടെ പൊറുക്കാൻ കൂടെ കൂടെ പൊറുക്കുക. എന്താ അർത്ഥം? കൂടെ പൊറുക്കാൻ, കൂടെ താമസിക്കണമെങ്കിൽ കൂടെ കൂടെ എന്ത് ചെയ്യുക? ക്ഷമിക്കുക അല്ലെ. തെറ്റുകൾ സഹജമാണ് അല്ലെ. ഭാര്യ തെറ്റിയിരിക്കും, ഭർത്താവ് തെറ്റിയിരിക്കും, മക്കൾ തെറ്റി, നമ്മൾ എന്ത് ചെയ്യുക? ക്ഷമിക്കുക. നമ്മൾ കൂടെ പൊറുക്കാനായിട്ട് നമ്മൾ എന്ത് ചെയ്യുക? ഒരു ക്ഷമയുടെ പാഠം തീർച്ചയായിട്ടും പഠിക്കേണ്ടത് അത്യാവശ്യമാണ്. അപ്പോ നമ്മുടെ ജീവിതത്തിൽ നന്മ ചെയ്യുവാൻ നമുക്ക് അവസരം കിട്ടും. നമ്മൾ എന്ത് ചെയ്യുക? മറ്റുള്ളവർക്കായിട്ട് ചെയ്യുക അല്ലെ. നമ്മുടെ സദൃശവാക്യങ്ങളുടെ പുസ്തകം 3-ാം അധ്യായം അതിൽ 27-ാം വചനം എങ്ങനെയാണ്? നന്മ ചെയ്യുവാൻ നിനക്ക് പ്രാപ്തിയുള്ളപ്പോൾ അതിന് യോഗ്യന്മാരായുള്ളവർക്ക് ചെയ്യാതിരിക്കരുത്. നമുക്ക് നന്മ ചെയ്യുവാൻ ദൈവം എന്താണ് ഒരു അവസരം നൽകിയിട്ടുണ്ടെങ്കിൽ അതിന് യോഗ്യതയുള്ളവർക്ക് നമ്മൾ എന്ത് ചെയ്യുക? ചെയ്യുക അല്ലെ. തിരുവചനം പഠിപ്പിക്കുകയാണ്. പഴയ നിയമത്തില് യോസേഫിനെ, നേരത്തെ പറഞ്ഞ യോസേഫിന്റെ കഥ അല്ലെ. യോസേഫിന്റെ ജീവിതം എന്തായിരുന്നു? പിതാവിനാൽ ഏറെ ലാളന ഏറ്റുവാങ്ങിയ ഒരു മകനായിരുന്നു. അത് കാരണമായിട്ട് കൂടെ ഉണ്ടായിരുന്ന സഹോദരന്മാർ എന്ത് ചെയ്തു? ഉപേക്ഷിച്ചു അല്ലെ. പൊട്ടക്കിണറ്റിൽ ഉപേക്ഷിച്ചു. അവിടെ നിന്ന് രക്ഷപ്പെടുമ്പോൾ ഒരു ദേശത്തിന്റെ അധിപതിയായിട്ട് ആയി മാറുകയാണ് യോസേഫ് അല്ലെ. അപ്പൊ അങ്ങനെ മാറുമ്പോഴും യോസേഫ് ആ ദേശത്ത് ക്ഷാമം ഉണ്ടാകുമ്പോൾ തന്റെ സഹോദരന്മാരെ കരുതുന്ന വ്യക്തിയായിരുന്നു അല്ലെ. അവിടെ ദേഷ്യം കാണിക്കുന്നില്ല, തന്നെ ഉപേക്ഷിച്ചതല്ലേ അല്ലെ, തന്നെ ഒറ്റപ്പെടുത്തതല്ലേ, തന്നെ എന്താ ഒന്നുമില്ല, പൊട്ടക്കിണറ്റിൽ ഉപേക്ഷിച്ചല്ലേ എന്നുള്ള ചിന്ത ആര് കാണിക്കുന്നില്ല? യോസേഫ് കാണിക്കുന്നില്ല അല്ലെ. തന്റെ സഹോദരന്മാരെ ചേർത്ത് നിർത്തി അവർക്ക് വേണ്ടിയിട്ട് വേണ്ടുന്ന ആഹാരം നൽകിയ വ്യക്തിയായിരുന്നു യോസേഫ്. അപ്പൊ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ദൈവം നന്മ ചെയ്യാൻ അവസരം നൽകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? അവർക്ക് യോഗ്യതയുള്ളവർക്ക് നമ്മൾ എന്ത് ചെയ്യുക? ചെയ്ത് നൽകുക. അത് നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് നമ്മൾ പകർന്നു കൊടുക്കേണ്ട പാഠമാണ്. നമ്മൾ ചെയ്യുമ്പോൾ അത് കണ്ട് ആര് പഠിക്കും? നമ്മുടെ കുഞ്ഞുങ്ങൾ, നമ്മുടെ വീടുകളിലെ കുഞ്ഞുങ്ങളും പഠിക്കും. അപ്പൊ അങ്ങനെ വിശ്വാസത്തിലൂന്നിയ, നന്മയിലൂന്നിയ, കരുതലിന്റെ സ്നേഹം വ്യക്തമാക്കുന്ന ഒരു ജീവിതമായിരിക്കണം നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതം അല്ലെ. അപ്പോ ഇത്തരത്തിൽ നമ്മൾ നോക്കുമ്പോൾ എങ്ങനെയാണ് വിശ്വാസം? വിശ്വാസം എന്ന് പറഞ്ഞാൽ എന്താണ് വിശ്വാസം? എബ്രായരുടെ ലേഖനം 11-ാം അഭിപ്രായം പറയുന്നു, വിശ്വാസം എന്നതോ ആശിക്കുന്നതിന്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയവുമാകുന്നു അല്ലെ. 2 തരത്തിൽ വിശ്വാസമുണ്ട്. നമ്മൾ കാണുന്ന വിശ്വാസമുണ്ട്, കാണാത്ത വിശ്വാസം. നമ്മുടെ മരണശേഷം നമ്മൾ എന്ത് ചെയ്യും? സ്വർഗത്തിൽ പോകുമെന്നത് നമ്മുടെ വിശ്വാസമാണ്. ആ വിശ്വാസം, പ്രത്യാശയോട് കൂടിയ വിശ്വാസം, ആ വിശ്വാസത്തിൽ നമ്മൾ എന്ത് ചെയ്യുന്നത്? നമ്മൾ ജീവിച്ചിരിക്കുന്നത് അല്ലെ. നമ്മൾ ചെയ്ത പ്രവൃത്തികൾ ആ ഒരു വിശ്വാസം അല്ലെ, ആ ഒരു പ്രത്യാശയിലൂന്നിയ പ്രവൃത്തികളാണ് നമ്മൾ ഓരോരുത്തരും ചെയ്യേണ്ടത്. ടാഗോർ, നമുക്കറിയാം, പ്രശസ്തനായ കവിയാണ് ടാഗോർ. അദ്ദേഹം ഇങ്ങനെ പറയുന്നുണ്ട്, അല്ലെങ്കിൽ നമ്മൾ ഇരുൾമൂടിയ അവസ്ഥയിൽ, നമ്മുടെ ഇരുൾമൂടിയ അവസ്ഥയിൽ നാളെ പ്രഭാതം ഉണ്ടാകുമെന്നുള്ള, അല്ലെങ്കിൽ നാളെ ഉണ്ടാകുന്ന
നമുക്ക് രാവിലെ കിളികളൊക്കെ പാട്ട് പാടും അല്ലെ, പക്ഷികൾ ചിലയ്ക്കും അല്ലെ. ആ ഒരു പ്രതീക്ഷ, നമ്മൾ ഉറങ്ങാൻ കിടക്കുമ്പോൾ നാളെ ഉണരും എന്ന് പറയുന്നത് നമ്മുടെ എന്താണ്? വിശ്വാസം. നമ്മൾ കാണുന്നുണ്ടോ? നാളെ ഉണരും നമ്മൾ കാണുന്നു, നമ്മൾ നാളെ എഴുന്നേൽക്കുമ്പോഴേ അറിയുന്നുള്ളൂ. പക്ഷെ ഇന്ന് നമ്മൾ കിടന്ന് ഉറങ്ങുമ്പോൾ നാളെ നമ്മൾ ഉണരും എന്ന് പറയുന്നത് നമ്മുടെ എന്താണ്? വിശ്വാസം. അപ്പൊ ആ ഒരു വിശ്വാസം, കാണപ്പെടുന്ന ആ ഒരു വിശ്വാസത്തെ നമ്മൾ എന്ത് ചെയ്യുക? ഊന്നിന്നുകൊണ്ട് ജീവിതത്തിൽ മുന്നേറാനായിട്ട് ശ്രദ്ധിക്കുക. നമ്മുടെ ഒരു കുടുംബം എന്ന് പറയുന്നത് സ്നേഹ സമർപ്പണങ്ങളുടെ ഇടമാകണം. സ്നേഹ സമർപ്പണങ്ങളുടെ ഇടമാകണം. അതുപോലെ വിശ്വാസത്തിന്റെ ഇടമാകണം. പ്രാർത്ഥനാ ജീവിതത്തിന്റെ, പ്രാർത്ഥന കൊണ്ട് നമുക്ക് നേടിയെടുക്കാൻ പറ്റാത്ത ഒന്നും തന്നെയില്ല. യോബിന്റെ ജീവിതം നമുക്കറിയാം അല്ലെ. ജീവിതത്തില് ഒരുപാട് പരാജയപ്പെട്ടു എന്നല്ല, പരീക്ഷണങ്ങൾ അല്ലെ, പരീക്ഷകൾ ഏറ്റുവാങ്ങിയ വ്യക്തിയായിരുന്നു ആര്? യോബ്. പക്ഷെ അവിടെ എന്താണ്? ദൈവം അല്ലെ, ദൈവം അവനെ മാനിച്ചു അല്ലെ. അവനുണ്ടായിരുന്ന അവസ്ഥയിൽ നിന്ന് അത് 10 മടങ്ങ്. അവന്റെ മക്കൾ നഷ്ടപ്പെട്ടു, പക്ഷെ അവൻ വിശ്വാസം ഉപേക്ഷിച്ചോ? ഇല്ല, ഒരിക്കലും ഉപേക്ഷിച്ചില്ല. ആ ഒരു വിശ്വാസത്തിൽ ഊന്നി നിന്നുകൊണ്ട് ദൈവിക സ്നേഹം നേടിയെടുത്ത വ്യക്തിയായിരുന്നു ആര്? യോബ് അല്ലെ. അതുപോലെ ഞാൻ ആദ്യം ഒരുപാട് ഉദാഹരണം പറഞ്ഞു. ഒരുപാട് വിശ്വാസത്തിന്റെ, സ്നേഹത്തിന്റെ, പ്രത്യാശയുടെ, രക്ഷയുടെ, സൗഖ്യത്തിന്റെ ഒക്കെ ഉദാഹരണം നമുക്ക് ബൈബിളിൽ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പൊ അത്തരത്തിലുള്ള അല്ലെങ്കിൽ ആ ഒരു വിധത്തിൽ നമ്മുടെ ഒരു കുടുംബമായിരിക്കുമ്പോൾ ഇത്തരത്തിൽ നമ്മൾ എന്താണ്? സ്നേഹത്തിൽ നമ്മളൊന്ന് ആലോചിക്കുക. സ്നേഹത്തോടു കൂടിയ ഒരു ഇടം, കുടുംബം. അങ്ങനെ കുടുംബം നമുക്ക് പല പ്രശ്നങ്ങൾ ഉണ്ടാകാം, കുടുംബത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കാം. പക്ഷെ അത്തരത്തിലൊരു സ്നേഹം, അപ്പനും അമ്മയും, ഇന്ന് ഞാൻ പറഞ്ഞ ആ ഒരു കുട്ടിയുടെ വീട്ടിലെ അച്ഛന്റെ, അമ്മയുടെ, അച്ഛന്റെ, ആ കുഞ്ഞിന്റെ ഒക്കെ സ്നേഹം കണ്ടപ്പോ അവരുടെ വിജയത്തിൽ ഒരുപാട് സന്തോഷിക്കുന്ന ആരാണ്? അപ്പനും അമ്മയാണ്. കാരണം കഷ്ടപ്പെട്ട് പറഞ്ഞ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരേ ഒരു കാര്യം എന്താണ്? പഠിക്കുക, നന്നായിട്ട് പഠിക്കുക, നല്ല വിജയം നേടുക. അത് കണ്ട് ആര് സന്തോഷിക്കും? അപ്പനും അമ്മയും സന്തോഷിക്കും. അതാണ് നമ്മുടെ ജീവിതത്തിൽ. അപ്പോ അങ്ങനെയുള്ള കുടുംബങ്ങളായി മാറുവാൻ നമ്മുടെ ഈ ഒരു കുടുംബവര, അല്ലെങ്കിൽ ഈ ഒരു സ്ത്രീജന, അല്ലെങ്കിൽ നമ്മുടെ എന്താണ് വിമൻസ് ഡേ ആയിട്ട് ബന്ധപ്പെട്ട ഈ ഒരു ദിവസം നമ്മുടെ ജീവിതത്തിൽ നമുക്കൊരു പുതിയ തീരുമാനത്തിലോട്ട് മുന്നോട്ട് പോകാം. നമ്മുടെ കുടുംബങ്ങൾ സ്നേഹ സമർപ്പണങ്ങളുടെ ഇടമാകണം. സന്തോഷം. കാരണം നമ്മൾ അനുഭവിക്കുക, നമുക്ക് സമ്പത്തല്ല നമുക്ക് വേണം. ജീവിതത്തിൽ നമുക്ക് ആവശ്യമല്ല സമ്പത്തല്ല, വലിയ വീടല്ല, ഒന്നുമല്ല. നമ്മുടെ ജീവിതത്തിൽ ആവശ്യമുള്ള എന്താണ്? സമാധാനം. ഒരു ചെറിയ വീടാണെങ്കിലും അവിടെ എന്താണ്? സന്തോഷത്തോടെ അപ്പനും അമ്മയും മക്കളും ഒരുമിച്ച് താമസിക്കുമ്പോൾ ലഭിക്കുന്ന സന്തോഷം എന്ന് പറയുന്നത് എന്താണ്? വലിയൊരു സംഭവമാണ് അല്ലെ. അത് അനുഭവിക്കുന്നവർക്ക് അതിന്റെ ഒരു മഹത്വം അറിയാൻ പറ്റും. അത് നമ്മുടെ വീട്ടിലെ വൃദ്ധരായിട്ടുള്ള മാതാപിതാക്കൾ ഉണ്ടായിരിക്കാം അല്ലെ. അപ്പൊ അവരുടെ അഭിപ്രായം, ഞാൻ നേരത്തെ പറഞ്ഞു, കയ്യില് 5 വിരലുണ്ടെങ്കിൽ 5 വിരലും ചെയ്യുന്ന പ്രവൃത്തികൾ ഓരോന്നാണ്. പക്ഷെ ഒരുമിച്ച് നിന്നാൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ഒരു വിജയം നേടാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പൊ അതുപോലെ തന്നെ നമ്മുടെ കുടുംബത്തിൽ പ്രായമായ മാതാപിതാക്കൾ ഉണ്ടായിരിക്കും. അവരുടെ, നമുക്കറിയാം, വാർദ്ധക്യം എന്ന് പറയുന്നത് 2ാം ബാല്യമാണ്. ചിലപ്പോ സ്വീകരിക്കാൻ പറ്റാത്ത പല കാര്യങ്ങളും പറഞ്ഞുകൊണ്ടിരിക്കും. പക്ഷെ നമ്മൾ ചിന്തിക്കുക, നമ്മുടെ കുഞ്ഞുങ്ങൾ തെറ്റ് ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ക്ഷമിക്കും. അപ്പൊ അതുപോലെ തന്നെ നമ്മുടെ മാതാപിതാക്കൾ തെറ്റ് ചെയ്യുക, എന്തെങ്കിലും പറയുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക? ക്ഷമയുടെ സ്നേഹം നമ്മുടെ കുടുംബത്തിലോട്ട് കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുക. അപ്പൊ ഈ ഒരു ആഴ്ച, അല്ലെങ്കിൽ നാളെ വിമൻസ് ഡേ ആണ്. അപ്പൊ ഈ ഒരു ആഴ്ച നിങ്ങൾ സന്തോഷത്തോടെ സഭയ്ക്ക് വേണ്ടിയിട്ടും അല്ലെങ്കിൽ നിങ്ങളുടെ കുടുംബത്തിന് വേണ്ടിയിട്ടും നിങ്ങൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്തു. അപ്പൊ ചെയ്യേണ്ട കാര്യം ഇതാണ്: കുഞ്ഞുങ്ങൾക്ക് വചനം പകർന്നു കൊടുക്കുക. നമ്മുടെ കുടുംബം, നമ്മൾ ആദ്യം നമ്മൾ നന്നാവുക, നമ്മൾ സ്വയം നന്നാവുക, അതിനുശേഷം നമ്മുടെ കുടുംബത്തെ നന്നാക്കാൻ ശ്രമിക്കുക. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുക? സഭയെ നന്നാക്കാനായിട്ട് ശ്രമിക്കുക. പിന്നെ നമ്മൾ എവിടേക്ക് ഇറങ്ങുക? സമൂഹത്തിലേക്ക് ഇറങ്ങുക. അപ്പൊ അത്തരത്തിൽ വിശ്വാസത്തിൽ ഊന്നിയ, അല്ലെങ്കിൽ സ്നേഹത്തിൽ ഊന്നിയ ഒരു നല്ലൊരു ഇടമായിരിക്കും, അല്ലെങ്കിൽ നല്ലൊരു കുടുംബങ്ങളായിരിക്കും. പ്രാർത്ഥനാ ജീവിതം എപ്പോഴും നമ്മുടെ ജീവിതത്തിൽ മുറുകെ പിടിക്കേണ്ട കാര്യമാണ് പ്രാർത്ഥന. നമ്മുടെ ജീവിതത്തിൽ എന്ത് പ്രതിസന്ധി വന്നാലും നമുക്ക് നേടിയെടുക്കാൻ സാധിക്കുന്നത് തീർച്ചയായിട്ടും പ്രാർത്ഥനയിലൂടെയാണ്. നമുക്ക് പ്രാർത്ഥനാ ജീവിതത്തിലായിരിക്കുമ്പോൾ ദൈവവുമായിട്ട് നമ്മൾ എന്താണ്? നേരിട്ട് സംവദിക്കുന്ന ഒരു അവസ്ഥയിൽ എത്തിച്ചേരും. നമ്മൾ എന്ത് ചോദിച്ചാലും ദൈവം നമുക്ക് തരും. പക്ഷെ അതല്ല, പരീക്ഷണങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷെ കാത്തിരിക്കേണ്ട ഒരു മനസ്സ്, നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കുന്നത് അത്യാവശ്യമാണ്. അപ്പൊ അത്തരത്തിൽ നല്ല എന്താണ്? സ്നേഹത്തിൽ, വിശ്വാസത്തിൽ, അല്ലെങ്കിൽ സൗഖ്യം ഉണ്ടാവുക. പക്ഷപാതക്കാരനായ രോഗിയുടെ അവസ്ഥ നമുക്കറിയാം അല്ലെ. അവിടെ 4 ആൾ ചേർന്ന് എന്ത് ചെയ്യുന്നുണ്ട്? യേശു കർത്താവിന്റെ അരികിലേക്ക് കൊണ്ടുവരും. അദ്ദേഹം നടന്ന് അരികിലേക്ക് എത്തിച്ചേരാൻ പറ്റുന്നില്ല. അവിടെ ആ 4 പേരുടെ വിശ്വാസമാണ് ആ വ്യക്തിക്ക് എന്ത് കിട്ടിയത്? രോഗസൗഖ്യം ലഭിച്ചത്. അപ്പോ നമ്മുടെ കുടുംബത്തിൽ മറ്റുള്ളവരുടെ അനുഗ്രഹത്തിൽ നമ്മളൊരു കാരണമാകണം. അപ്പോ പ്രത്യേകിച്ച് നമ്മുടെ അമ്മമാർ അല്ലെ, പ്രാർത്ഥിക്കുന്ന ശീലം നമ്മുടെ കുടുംബത്തിന് വേണ്ടിയിട്ട്. കുടുംബം തകർച്ചയിലാണെങ്കിൽ നമ്മുടെ ലഹരി, നമുക്ക് ഏറ്റവും പ്രശ്നമായിട്ട് നിൽക്കുന്ന ഒരു കാര്യമാണ് ലഹരിയുടെ ഉപയോഗം. അത് നമ്മള് കണ്ടിട്ടായിരുന്നാലും കാണാതെ ആയിരുന്നാലും
നമ്മുടെ കൊച്ചു കുഞ്ഞുങ്ങൾ വരെ എന്ത് ചെയ്യുന്നുണ്ട്, ലഹരിക്ക് അടിമകളാണ്. ശരിക്കും പറഞ്ഞാൽ നമ്മൾ പോലും അറിയാത്ത പലതരത്തിലുള്ള ലഹരിയാണ് ഇന്ന് അവരെന്ത് ചെയ്യുന്നത്, ഉപയോഗിക്കുന്നത്. അവർ ചെയ്യുന്ന അത്ഭുതങ്ങൾ കണ്ട നമ്മൾ ഇതിന് അതിശയപ്പെടും. അതുപോലെ ഈ സിഗരറ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്കറിയില്ല. ഇത് നമ്മൾ അറിയുന്നത് നമ്മുടെ കയ്യിൽ കിട്ടും. നമ്മൾ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കും എന്താണ് ഈ സംഭവം. നമുക്ക് അറിയുന്നത് എന്താണ്, മദ്യം, അങ്ങനെ സാധാരണ സംഭവമാണ്. പക്ഷെ നമ്മളെ കാണുന്ന കടത്തി വെട്ടിക്കൊണ്ടിരിക്കാൻ നമ്മുടെ കൊച്ചു മക്കൾ പോലും. അപ്പോ നമ്മുടെ കുഞ്ഞുങ്ങൾ ആ ഒരു അവസ്ഥയിൽ പോകാതിരിക്കാനായിട്ട് നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ ശ്രദ്ധിക്കുക. നമ്മുടെ അപ്പനും അമ്മയും ഇത് ശ്രദ്ധിച്ചേ പറ്റൂ. അപ്പൊ അവിധത്തിൽ ഒരു സന്തോഷമുള്ള സമാധാനമുള്ള വിശ്വാസത്തിലൂന്നിയ ഒരു കുടുംബ ജീവിതം നയിക്കുവാൻ നമ്മൾ ഇപ്പോൾ ഉള്ള അവസ്ഥയിൽ നിന്ന് കുറച്ചുകൂടെ ഒന്ന് മെച്ചപ്പെടുക. സർവശക്തനായ ദൈവം നമ്മെ ഓരോരുത്തരെയും സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൽ സ്തുതിസ്തോത്രം അർപ്പിച്ചുകൊണ്ട്, അല്ലെങ്കിൽ ഇത്രയും കേട്ട വിഷയങ്ങൾ ഒരാൾക്കെങ്കിലും ഹൃദയത്തിൽ ഒരു ചിന്ത വന്നു. കാരണം ഞാൻ മുമ്പൊരിക്കൽ പ്രസംഗിക്കാനായിട്ട് പോയ സമയത്ത് ഒരു പ്രസംഗം എഴുതി നിൽക്കുകയാണ്. CSI സഭയായിരുന്നു, ഒരുപാട് വലിയൊരു സഭയായിരുന്നു, ഡിസ്ട്രിക്ട് ചർച്ചായിരുന്നു. അവിടെ പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു മദ്യപാനായ വ്യക്തി ഈ റോഡിൽ കൂടെ നടന്നു പോവുകയായിരുന്നു. അപ്പൊ ഞാനന്ന് വിശ്വാസത്തെ കുറിച്ച് സംസാരിച്ചത്. എനിക്ക് എന്ത് പറഞ്ഞു ഓർമ്മയില്ല, കുറെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. അപ്പൊ ഈ വ്യക്തി ഞാൻ നോക്കിയിട്ട് ഒരു കോറിഡോറിന്റെ ആ ഭാഗത്ത് വന്ന് ഇങ്ങനെ ഉലാത്തിക്കൊണ്ട് നിൽക്കുകയായിരുന്നു. വെറുതെ നടന്നു പോയ വ്യക്തി. അപ്പൊ ഞാൻ നോക്കി എന്നെ നോക്കുന്നുണ്ട്, അദ്ദേഹം ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഉലാത്തുന്നു. അപ്പൊ ഞാൻ ശരിക്കും എന്റെ മനസ്സിൽ പേടിക്കുന്നു, കാരണം നമ്മുടെ വായന വല്ലതും വീണിട്ടാണോ എന്ന്. അപ്പൊ ഇത് കഴിഞ്ഞിട്ട് അദ്ദേഹം ഞാൻ ആരാധന കഴിഞ്ഞു, പിന്മുറി പോയപ്പോ അദ്ദേഹം അവിടെ വരെയാണ് വന്നിട്ട് എന്റെ അടുത്ത് പറഞ്ഞു, മാഡം ഞാൻ വചനം കേട്ടു, ഞാനൊരു ദൈവവിശ്വാസിയായിട്ടുള്ള വ്യക്തിയല്ല, പക്ഷെ മേഡത്തിന്റെ വായിൽ വീഴുന്ന ഒരു വാക്ക് എനിക്കത് എന്തോ ഹൃദയത്തിൽ സ്പർശം. ഞാനൊരു മദ്യപാനി, ഞാൻ ഇപ്പോൾ മദ്യം ഉപയോഗിച്ചിട്ടുണ്ട്, ഞാൻ എന്റെ കുടുംബത്തിന്റെ സമാധാനം ഇല്ലാതാക്കിയ വ്യക്തിയാണ്, പക്ഷെ മേഡത്തിന്റെ വായിൽ ആ ഒരു വചനം ഇന്നും എന്റെ ഹൃദയത്തിൽ തട്ടി. അത് ഏത് വചനമാണെന്ന് ചോദിച്ചു. പക്ഷെ ഞാൻ കുറെ വചനം പറഞ്ഞു. അപ്പൊ അദ്ദേഹം അതല്ല എന്ന് പറഞ്ഞു. അപ്പൊ അവിടെ പറഞ്ഞൊരു കാര്യം, പിന്നെ അവിടുത്തെ കമ്മിറ്റിക്കാർ പറഞ്ഞു അദ്ദേഹത്തിന് പോകാൻ പറഞ്ഞു. കാരണം നമുക്കൊരു ഇതായിട്ട്, കാരണം നമുക്ക് കുറെ സംസാരിച്ചിട്ട് അദ്ദേഹത്തിന് എന്താണെന്ന് അദ്ദേഹത്തിന് പറയാം. അപ്പൊ എന്റെ അടുത്ത് പറഞ്ഞൊരു കാര്യം എന്ന് പറഞ്ഞാൽ, ആ പറഞ്ഞ വചനം പ്രകാരമാണ് നിങ്ങളുടെ ദൈവമെങ്കിൽ ഞാൻ ഇന്ന് മുതൽ എന്ത് ചെയ്യാം, ദൈവത്തിൽ വിശ്വസിക്കാം. അത് ശരിക്കും എന്റെ ജീവിതത്തിൽ ഏറ്റവും വലിയൊരു അനുഭവമാണ്. കാരണം വെറുതെ നടന്നുപോയ വ്യക്തി നമ്മുടെ വചനം കേട്ട് നമ്മുടെ അരികിലേക്ക് വരിക, അദ്ദേഹം രക്ഷയിലേക്ക് വന്നുവെന്നല്ല വരാം എന്ന് പറയുമ്പോൾ ജീവിതത്തിൽ നമുക്ക് നേടുന്ന ഒരു ഏറ്റവും വലിയൊരു അനുഗ്രഹമാണ്. അപ്പോ അത്തരത്തിൽ നമ്മുടെ ജീവിതത്തിൽ, നിങ്ങളുടെ ആരുടെയും ജീവിതത്തിൽ ഒരു വചനമെങ്കിലും നമുക്ക് സ്വാധീനിക്കാൻ സാധിച്ചുവെങ്കിൽ എനിക്ക് സന്തോഷമുണ്ട്. അപ്പോ ആ വിധത്തിൽ നല്ലൊരു കുടുംബ ജീവിതം, കാരണം രക്ഷയിൽ ഊന്നിയ